വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ലാലിയാണല്ലോ. അപ്പോൾ ഞാൻ ലാലി മാത്തച്ഛന് ഒരു മെസ്സേജ് ഇട്ടപ്പോൾ തന്നെ ആളിങ്ങോട്ട് വിളിച്ചു. കാരണം എനിക്കങ്ങനെ വിളിക്കാൻ പറ്റില്ല, ആൾ ജോലിയിലാണോ എന്താണെന്ന് നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് മെസ്സേജ് ഇടുമ്പം പിന്നെ അവർക്ക് ടൈം ആണെന്നുണ്ടെങ്കിൽ കൺവീനിയൻ്റ് ആണെങ്കിൽ അവർ വിളിക്കും, ഇല്ലെങ്കിൽ വിളിക്കില്ല. ആള് അപ്പം തന്നെ എന്നെ തിരിച്ചു വിളിച്ചു. ഞാൻ ചോദിച്ചു എന്ത്. അപ്പം ഇവിടുത്തെ സമയം നേരെ 12 അവേഴ്സിൻ്റെ വ്യത്യാസമാണ്. ഇവിടെ ഇപ്പോൾ 19:39 ആയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ അതുപോലെ തന്നെ മോർണിംഗ് ആണ്. ഇവിടെ ഇപ്പോൾ ഈവനിങ് ആണല്ലോ. അവിടെ 19 എന്ന് പറയുന്ന ആ 7 മണി അല്ല, 7:39 രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ വിളിച്ചിട്ട് എന്താണ്, ഞാനൊരു ഫോട്ടോ കൊടുത്തിരുന്നു ഇന്നലെ. ഇന്നലെ മീൻസ് അവർ ടൈമാണ് ഞാൻ പറയണത്, അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അവരാണ് നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ ഞാൻ ഫോട്ടോ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് ആൾക്കൊരു സംശയം. അതൊരു പൂവൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്, എന്താണെന്നൊരു പിടുത്തം കിട്ടിയിട്ടില്ല. അപ്പം എന്നെ വിളിച്ച് ചോദിച്ചു, ഇതാണോ ശരിക്കും അപ്ലോഡ് ചെയ്യേണ്ടത്, ഈ പൂവൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു മെഴുതിരി കത്തിരിക്കുന്ന? ഞാൻ പറഞ്ഞാണെന്ന് പറഞ്ഞു. അതിനകത്ത് കാണുന്നത് എന്താണെന്ന് ആൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ, ആ കത്തുന്ന മെഴുകുതിരിയുടെ പിന്നിലൊരു കുരിശുണ്ട്. ആ മെഴുകുതിരിയുടെ ഫ്ലെയിമിനകത്തു കൂടെയാണ് ശരിക്കും അതിൻ്റെ ആ ബോട്ടം സൈഡ്, ഏറ്റവും അടിവശം മെഴുകുതിരി എവിടെയാണ് ഇപ്പോൾ തിരി നിൽക്കുമല്ലോ, മെഴുകുതിരിയുടെ തിരി നൂല്, ആ ഭാഗത്തുള്ള അതിനകത്തു കൂടെ ഈശോയെ നമുക്ക് കാണാം. അവിടെ അങ്ങനെ ഈശോ അത് അവിടെ അങ്ങനെ ഞാൻ ആളോട് ചോദിച്ചു, ടോക്ക് കേട്ടോ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, ടോക്ക് ഞാൻ കേട്ടു, പക്ഷേ ഇന്നലെ രാവിലെ, അതായത് ഫോർ ദം, ഇന്നലെ രാവിലെ എന്നോട് സംസാരിച്ച ആ വ്യക്തിയാണ് ഈ ടോക്ക് ഇട്ടത് എന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്ന് അവർ പറയണം. അതുകൊണ്ട് അവർ പറഞ്ഞതിൻ്റെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അവരോട് പിന്നെ അപ്പോൾ ആ സംഭവം നടന്ന് അതെൻ്റെ കണ്ണിൻ്റെ മുൻപിൽ പെട്ടു. ആ സമയത്ത് തന്നെയാണ്, വിതിൻ ഹാഫ് ആൻ അവറാണ് ഞാൻ അവരുമായിട്ട് സംസാരിക്കുന്നത്. ആ മൊത്തം അജിറ്റേഷനും എൻ്റെ മനസ്സിലുണ്ട്. അതായത് എൻ്റെ പ്രസൻസിലല്ലാത്ത ഒരു സമയത്ത്, ഞാനും ഹസ്ബൻഡും പ്രൊഫഷന് പോയിരിക്കുകയായിരുന്നു. എല്ലാ ബുധനാഴ്ചയും അങ്ങനെ നമ്മൾ പോകാറുണ്ട്. ഒരു പ്രത്യേക സ്ഥലത്ത് കാരഫോർ എന്ന് പറഞ്ഞൊരു ചെയിൻ സ്റ്റോർ ഉണ്ട്, അതിലാണ് പോകുന്നത്. അത് സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അതിനകത്ത് പോകുന്നുണ്ട്. ആ സമയത്ത് അതറിയുന്ന ആരോ ഈ വീട്ടിൽ താക്കോലില്ല എന്ന് പറയുന്നു. കയറി എൻ്റെ മുറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കാണാണ്ട് പോയി. പിന്നെ എന്തോ നമ്മളിവിടെ കാണാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പം അതിൻ്റെ എല്ലാം അപ്സെറ്റായിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവരോട് സംസാരിക്കുന്നത്. അവരപ്പം എന്നോട് പറയണം, അപ്പം ഇന്നലെ രാവിലെ സംസാരിച്ച ആളാണോ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് എന്ന്. വീഡിയോ മീൻസ് ഓഡിയോ, വൈകുന്നേരത്തെ പ്രോഗ്രാമത്തിന് ഇട്ടിരിക്കുന്നത് ഈശോയുടെ സഹനത്തെക്കുറിച്ചും പിതാവായ ദൈവത്തിൽ നിന്ന് മാറി നിന്നപ്പോഴുണ്ടായ ആ ഈശോയുടെ വേദനയാണ് ഏറ്റവും വലിയ വേദന. അപ്പം സോഫിയും ആലയൊക്കെ അവർ പറയുന്നുണ്ട്, ഏറ്റവും വലിയ വേദന ഈശോയുടേത് തിരുത്തോളിലെ മുറിവാണ് എന്ന് നമുക്കൊരു ധാരണയുണ്ട്. പക്ഷെ അതല്ല, ഇതാണെന്നുള്ളത് ഇപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പം ബോധ്യമായെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇതാണ്. അപ്പം ഞാൻ ലാലിൻ്റെ അടുക്കൽ ഞാൻ പറയുകയാണ്, ലാലി പറഞ്ഞത് ഞാൻ പ്രാർത്ഥിക്കാം. അതായത് നിങ്ങൾ എന്നോട് ഇത്രയും ഒന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു വിശേഷമില്ല. ഇതിപ്പം നിങ്ങളുടെ പ്രശ്നമൊന്നും ഞാനിപ്പോൾ ഉടനെ എടുത്ത് മാറ്റാൻ പോകുന്നില്ല. അവർ ഈ ടോണിലല്ല പറഞ്ഞത്, എൻ്റെ കണ്ടന്റ് ഞാൻ മനസ്സിലാക്കാൻ പറ്റിയ രീതിയിൽ പറയുന്നെന്നുള്ളതേ ഉള്ളൂ. ഞാൻ പ്രാർത്ഥിക്കാം, അല്ലാതെ എനിക്ക് നിങ്ങളുടെ സഹനത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏതാണ്ട് മന്ത്രവാദം ചെയ്ത് എടുത്ത് മാറ്റി നടക്കല്ല എന്നുള്ളതൊക്കെ ഉള്ള ഒരു രീതിയിലാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതുവരെ ദൈവം ചെയ്യാൻ തീരുമാനിച്ചായില്ലെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ ഫ്രസ്ട്രേഷൻ അവിടെ ഉണ്ട്. അപ്പം ഈ വാക്ക് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ലാലിൻ്റെ ഇരിക്കാൻ ഇന്ന്, അതായത് അവരോട് ഞാൻ പറഞ്ഞു, അതെ, ഇന്നലെ രാവിലെ നിങ്ങളോട് സംസാരിച്ചതും വൈകുന്നേരം ടോക്ക് പറയാൻ 7:30 ഇവിടെ കയറുന്നത്, അതായത് കറക്റ്റ് 7:30 രാവിലെയാണ് ഞാൻ സംസാരിച്ചത്. രാത്രി വൈകുന്നേരം ഇവിടെ ടോക്ക് പറയാൻ ഇറ്റാലിയൻ ടൈമാണ് പറയണത്
കയറുന്നത് വരെ ഉള്ളത് ഒരു ജോസ്ഫിനെയായിരുന്നു. ജഡമാംസ രക്തങ്ങളോടുകൂടെ, അത് ഇന്നലെ ആ വാക്ക് എൻ്റെ മനസ്സിൽ എവിടുന്നാണോ വന്നതെന്ന് അറിയത്തില്ല, എനിക്ക് കിട്ടിയത്. ജഡമാംസ രക്തങ്ങളോടുകൂടെയുള്ള പച്ച മനുഷ്യത്തിയായ ഒരു ജോസ്ഫിനെ. എനിക്ക് കരച്ചിലുണ്ട്, എനിക്ക് ചിരിയുണ്ട്, എനിക്ക് വിഷമമുണ്ട്, എനിക്ക് ഫ്രസ്ട്രേഷനുണ്ട്, എനിക്ക് ഡെസ്പറേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഹോപ്പ്ലെസ്നെസ് അല്ല, ഡെസ്പറേഷനുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ മാസങ്ങളല്ല വർഷങ്ങളായിട്ട് 7 വർഷമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് 8ാം വർഷത്തെ 2018 ഓഗസ്റ്റ് 2 തുടങ്ങി അർപ്പിക്കുന്ന കാണുന്ന എല്ലാ വിശുദ്ധ കുർബാനയിലും വിലാസം ഉയർത്തുമ്പോൾ ഒരേ ഒരു വാക്ക് മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എൻ്റെ മകളുടെ ഹസ്ബൻഡിൻ്റെ ആത്മാവിനെ ഈ വിലാസയിൽ അച്ഛൻ ഉയർത്തുന്ന വീഞ്ഞിനോടും ജലത്തോടും തിരുവോസ്തിയോടും കൂടെ ചേർന്ന്, അതായത് അങ്ങയുടെ തിരുശരീരത്തോടും കൂടെ ചേർന്ന് പിതാവായ ദൈവത്തിന് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ഞാൻ ഫോർജിയയിൽ പോയപ്പോൾ അവിടുത്തെ ഒരു അച്ഛന്മാരുമായിട്ട്, ഞാൻ 2 അച്ഛന്മാരുമായിട്ട് 3 രാത്രിയെ ഞാൻ അവിടെ കിടന്നുള്ളൂ. 2 അച്ഛന്മാരുമായിട്ട് സംസാരിക്കാനിടയായി വന്ന ഒരു ആഫ്രിക്കക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഞാനിത് പറഞ്ഞു, അച്ഛാ ഞാൻ ഇങ്ങനെ വരെയും പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്നും ഇതുവരെ ഒരു മാനസാന്തരം ഉണ്ടായിട്ടില്ല, ഒരു മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല ആരുടെ ജീവിതത്തിലും, എൻ്റെ ഹസ്ബൻഡാകട്ടെ എൻ്റെ മകളാകട്ടെ. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അപ്പം അച്ഛൻ ആ ഒരു ആഫ്രിക്കക്കാരനായിരുന്നു, അദ്ദേഹം അവിടുത്തെ ഒരു പുരോഹിതനാണ്, കോൺഗ്രിഗേഷൻ്റെതാണ്. അപ്പം എന്നോട് പറഞ്ഞത് അത് വളരെ പവർഫുൾ ആയിട്ടുള്ള പ്രെയർ ആണെന്ന്. ഈ പവർഫുൾ ആയിട്ടുള്ള പ്രെയർ 7 വർഷം പ്രാർത്ഥിച്ചിട്ട് അതിന് അതായത് 2018 തൊട്ടിട്ട് 2 ഓഗസ്റ്റ് തുടങ്ങി, 2 ഓഗസ്റ്റ് എന്ന് പറയുന്ന ഒരു 1-ാം വെള്ളിയും കൂടിയായിരുന്നു 2018. പ്രൈസ് ദി ലോർഡ്. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യം നിങ്ങൾ ഒരു വ്യക്തിയോടും പറഞ്ഞിട്ടോ ഒരാളെ കൊണ്ടും പ്രാർത്ഥിപ്പിച്ചിട്ടോ ഒരു കാര്യമില്ല. പിന്നെ പ്രാർത്ഥനകളെല്ലാം നമുക്ക് ഇത് സഹിക്കാനുള്ള, ഇതൊന്ന് വഹിക്കാനുള്ള, ഇതൊന്ന് ഇതിൽ കൂടെ കടന്നു പോയിട്ടും തീക്കകത്ത് കൂടെ പോയിട്ടും പൊള്ളാതൊന്ന് നിൽക്കാനുള്ള, തകർന്നു പോകാതിരിക്കാനുള്ള ഒരു മാർഗം മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പം ഞാനിത് പറഞ്ഞു. അപ്പം നിങ്ങൾ വിചാരിക്കും ജോസ്മിന ഏതായാലും ശുശ്രൂഷ ചെയ്യുന്ന ആളാണെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു നാരകീയ ശക്തി അവരുടെ വീട്ടിൽ നിൽക്കാൻ പാടില്ല, അവരെ ശല്യം ചെയ്യാൻ പാടില്ല. ദൈവമേ, ഞാനിപ്പം ഇവിടുന്ന്, ഞാൻ 10ാം നിലയിലാണ് ചാദിക്കുന്നത്, ഇവിടുന്ന് ചാടിയാ മതി ഉണ്ട് എന്ന് പറയും. അല്ല ഇനി ഒരു മിനിറ്റ് പോലും, അത് കാര്യം പറഞ്ഞാൽ ഈ ലാലി മാത്തച്ചനോട് ഞാൻ ഒറ്റ ദിവസമേ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ക്രൂക്സ് ഓഫ് ദ മൊമെന്റിലാണ് അതവരുമായിട്ടുള്ള ടെലിഫോൺ കോൺവെർസേഷൻ നടത്തിയത്. അതുകൊണ്ട് എൻ്റെ ഫ്രസ്ട്രേഷൻ മുഴുവനും, ആ വേദന മുഴുവനും, ആ ഒരു ഹെൽപ്ലെസ്നെസ് മുഴുവനും എൻ്റെ സംസാരത്തിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നു. അവരങ്ങനെയാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഇത് മാസങ്ങളായിട്ട് ഇപ്പൊ 2 മാസമായി, അതായത് സെപ്റ്റംബർ 27-ാം തീയതി ആരെയാണ് ഇതിനെല്ലാം കാരണക്കാരി എൻ്റെ സഹനത്തിൽ? ആ പുള്ളിക്കാരത്തി എന്നോടുള്ള സ്നേഹത്തിനാണോ അതോ ഞാൻ സഹിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ടാണോ അറിയത്തില്ല, എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇങ്ങനെ കുറേ കടലുണ്ടി എന്ന് പറയുന്ന ധ്യാന കേന്ദ്രം, എൽറൂഹ, അത് തന്നെ, അതിനകത്ത് ആൾക്കാരൊക്കെ ഇങ്ങനെ സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ട്. 15,000 രൂപ കൊടുത്ത് ഒരു സാറ്റർഡേയിലെ പ്രോഗ്രാം സ്പോൺസർ ചെയ്താൽ വലിയ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വലിയ അനുഗ്രഹം ഉണ്ടാകുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, സിസ്റ്ററിൻ്റെ നിയോഗത്തിന് വേണ്ടി ഈ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട സിസ്റ്റർ തരണ്ട, ഞാൻ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തോളാമെന്നും പറഞ്ഞ്, പാവം എവിടെ നിന്നുണ്ടായെന്ന് വരെ ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, കയ്യിൽ പൈസ ഉണ്ടോന്നൊന്നും ഞാൻ ചോദിച്ചില്ല. അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനെ കുറിച്ച് ആ 2 മാസം മുന്നേ എനിക്ക് ഒരു അറിവുമില്ല. എൻ്റെ ഗ്രൂപ്പിൽ ചേർന്നിട്ട് തന്നെ ഇപ്പം ഈ 5 മാസം കൊണ്ടുള്ള അറിവേ ഉള്ളൂ അവരെക്കുറിച്ച്. അപ്പോൾ എന്താണ്, നമ്മൾ ഫിനാൻഷ്യൽ കാര്യങ്ങളൊന്നും അങ്ങനെ നിങ്ങളെന്താണ്, നിങ്ങൾക്ക് വരുമാനം എത്രയാണ് നമ്മളങ്ങനെ ചോദിക്കാറില്ലല്ലോ. ആ പുള്ളിക്കാരത്തി ആ പൈസ അയച്ചു കൊടുത്ത് 27-ാം തീയതി എന്ന് പറയുന്ന സെപ്റ്റംബറിൽ എൻ്റെ മകളുടെ പേര് പറഞ്ഞ് അവിടെ ഒരു മാസ് നടത്തി. പൊന്ന് ചങ്ങാതി, അന്ന് രാത്രി ഇവിടെ കക്ഷികൾ വന്നുകൂടിയതാണ്. അതാ ഞാൻ പറഞ്ഞ ആലയാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്ന്. അന്ന് മുതൽ ഈ ആലെ അപ്പം എനിക്ക് അതത്ര ആദ്യമൊക്കെ എനിക്കൊരു വിഷമം തോന്നി. പക്ഷെ പിന്നെ അതങ്ങോട്ട് കൂടി വന്നിട്ട് നമുക്ക് രാത്രി ഉറങ്ങാൻ വയ്യാത്ത വിധത്തിൽ, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് എൻ്റെ മുഖത്ത് മുഴുവനും ഈ ഒരു
ചീവീടിൻ്റെ സ്വരം എനിക്ക് അറപ്പ് തോന്നുകയാണ് ഇവിടെ ഇരിക്കാൻ തന്നെ. അങ്ങനെ ഒരു സഹനം ഉണ്ടായി. രാവിലെ ഞാനും ആലയും കൂടെ പ്രാർത്ഥിച്ചു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം മഞ്ജു കയറുന്നുണ്ടായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സോഫിയും ഞാനും കൂടെ മഞ്ജു ഇപ്പം നമ്മുടെ ഗ്രൂപ്പിലില്ല. സോഫിയും ഞാനും കൂടെ പ്രാർത്ഥിക്കുന്നുണ്ടായി. മഞ്ജുവിൻ്റെ അമ്മ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അവിടെ വെച്ച് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമില്ല. രാത്രിയാണല്ലോ. അവർ ഷാർജയിലാണുള്ളത്. അപ്പം 4 മക്കളും ഉണ്ട്, ഭർത്താവും ഉണ്ട്. 2 മുറിയുള്ള ഒരു വീടാണെന്നാണ് പറഞ്ഞത്. അവരുടെ അമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ജനുവരി ഒക്കെ കഴിയുന്ന 6-ആം തീയതി എങ്ങാണ്ട് തിരിച്ചു പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കയറാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എങ്കിലും പരിശുദ്ധാത്മാവ് ഔട്ട് ഓഫ് ദ വേ പോയി അനുഗ്രഹിച്ച് അനുഗ്രഹങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും വരങ്ങളും കൊണ്ട് നിറച്ചൊരു വ്യക്തിയാണ് മഞ്ജു. ചില വീഡിയോകൾ നിങ്ങൾക്ക് അവരെക്കുറിച്ച് കാണാം, അവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് കേൾക്കാം. എനിവേ, അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഈ കക്ഷി എന്നോട് പറയാണ്, അയ്യോ ജോസ്മിന സിസ്റ്ററെ, ഇന്നാളിലൊക്കെ ജോസ്മിന സിസ്റ്റർ എന്നെ വിളിക്കുമ്പോഴത്തേക്ക് ദൈവമേ ഇനി ഇന്ന് എന്താണാവോ പറയാൻ പോണത്. കരച്ചിൽ വന്നിട്ടുണ്ട്, എനിക്ക് കരച്ചിൽ വന്നിട്ടുണ്ട്, ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇനി എന്താണാവോ, ചിലപ്പോൾ സോഫി ഉണ്ട് കൂട്ടത്തിൽ കരയും. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈശോയെന്നും പറഞ്ഞ് സോഫി അവിടെ കിടന്ന് വിഷമിക്കുന്നുണ്ടാവും. എന്തൊരു കഷ്ടമാണ് ഇതെന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് പറയും, എനിക്ക് ജോസ്പിന സിസ്റ്റർ വിളിക്കുമ്പോഴത്തേക്ക് എനിക്ക് പേടിയായിരുന്നു, ഇനി എന്തൊക്കെ പറയാണ്, എവിടെ നിന്നൊക്കെയാ ചാടാൻ പോണതാവാ എന്താന്നും കണ്ടിട്ട്. അപ്പൊ ഇത് 2 മാസമായിട്ട് അത് കേൾക്കുന്നുണ്ട്. ഈ ലാലി സഹോദരി കൂടെ ഒരു സർട്ടൻ ടൈമിൽ ഞാനത് പറഞ്ഞു. പിന്നെ അവർ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞ് വെക്കുകയും ചെയ്തു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ജോസ്ഫീനയ്ക്ക് ഏതാണ്ട് കുഴപ്പമുണ്ട്, തീർച്ചയായിട്ടും കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ഈ മാതിരിയുള്ള പിശാചുക്കളെല്ലാം ഇവിടെ കയറിയിരിക്കുന്നത്. ചീവീട്, പാമ്പ്, ഒട്ടകം, പിന്നെന്താണ് അതിൻ്റെ പൂച്ച, പട്ടി, ഇതൊക്കെ കരയുന്നു, കുരയ്ക്കുന്നു വീടിനകത്ത്. പ്രൈസ് ദി ലോർഡ്. പാമ്പ് ചീറ്റുന്നു. ആദ്യം നമ്മൾ ഈ മിഡ് നൈറ്റ് പ്രാർത്ഥന തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്, പാമ്പിനെ അരമണിക്കൂർ അതിനെ ശ്വാസിച്ച് അവിടെ ഇരുത്തിയിട്ടായിരുന്നു ശുശ്രൂഷ തുടങ്ങിയത്. ഈ ശുശ്രൂഷ എവിടേക്കാണ് പോണേന്നുള്ളത് നിങ്ങൾക്കാർക്കും, കേൾക്കുന്ന ആർക്കും, ഞങ്ങൾ ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാർക്കും മനസ്സിലായില്ലെങ്കിലും പാമ്പിനറിയായിരുന്നു. പാമ്പ് മീൻസ് ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ ആരാന്ന് നിങ്ങൾ വിചാരിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാം. ഒരു സൂയിസൈഡൽ പ്രാർത്ഥന ചെയ്ത ഈ ജോസ്പിനെ എന്ന് പറയുന്നത് ഒരു പൊടി എന്ന് വിചാരിച്ചോ. ഈ മനുഷ്യനെ കുറിച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ, ഓക്കെ, ഈ മനുഷ്യനെ കമ്പയർ ചെയ്ത് നോക്കിയാൽ ജോസ്പിന എന്ന് പറയുന്നത് ഒരു പൊടിയാണ്. ആരാണ്? എലൈജ പ്രവാചകൻ. 1 രാജാക്കന്മാരിൽ കിങ് ആഹാബ് ഒത്തിരി വലിയ അത്ഭുതങ്ങൾ നടത്തിയതാണ്. ആഹാബിൻ്റെ കാലത്താണ് അങ്ങോട്ട് പുള്ളിക്കാരൻ ഒരു പ്രാർത്ഥന അങ്ങോട്ട് പ്രാർത്ഥിച്ചു. ജസബലിൻ്റെ രാജ്ഞി, അഹാബിൻ്റെ രാജ്ഞിയാണ്, ഭാര്യയാണ്. ഒരു പിന്നെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ബാൽ എന്ന് പറയുന്ന ദൈവങ്ങൾ, ദൈവത്തിൻ്റെ അടുത്ത് ദൈവങ്ങളോ എന്തെങ്കിലും ആട്ടെ, അതിൻ്റെ 450 പ്രവാചകന്മാരുണ്ടായിരുന്നു. അവരെ എല്ലാം തലവെട്ടി കളയേണ്ട ഗതികേട് വന്ന ഒരു പ്രാർത്ഥന അങ്ങോട്ട് പ്രാർത്ഥിച്ചു. നനഞ്ഞ് അങ്ങോട്ട് ഇവർ പറഞ്ഞു, നിങ്ങളുടെ ദൈവങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അഗ്നി ഇറങ്ങി ഈ ബലി പിന്നെ നിങ്ങൾ അത് കത്തിക്കണം, അത് ദൈവത്തിന് പ്രസാദകരമായ വണ്ണം ചെയ്യണം. അവർ കിടന്ന് തന്നെത്താൻ അടിക്കുന്നു, കത്തിയും കൊണ്ട് തല വെട്ടുന്നു, കൈ മുറിക്കുന്നു, ചോരയൊഴിക്കുന്നു. അവിടെ എങ്ങും ഒരു കാര്യവും നടന്നില്ല. പക്ഷേ ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തിന് ഞാൻ ബലി അർപ്പിക്കാം, ഏത് ദൈവമാണ് ജീവനുള്ളതെന്ന് അറിയാമല്ലോ എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇവർ ചെയ്ത ആ ബലി പീഠത്തിൽ വെള്ളം ഒഴിച്ച് അതങ്ങ് മുഴുവനും നനച്ച്, വിറക് സഹിതം നനച്ച് കഴുകി വൃത്തിയാക്കി. മറ്റേ ദൈവ അല്ലാത്ത ദൈവത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിരുന്നവർക്ക് അർപ്പിച്ച ആ ബലി അത് ശുദ്ധിയാക്കിയിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് വിറകും വെച്ചേച്ച് ഒറ്റ വിളി വിളിച്ചു. പിതാവായ ദൈവം ആകാശത്തിൽ നിന്ന് അഗ്നി ഇറക്കി ബലിവസ്തു കത്തിച്ചു. അതാണ് എലൈജ പ്രവാചകൻ. ഓക്കെ, രണ്ടാമത് എലൈജ പ്രവാചകൻ എന്ന് പറയുന്നത് സമരിയയിൽ അവിടെ മഴ പെയ്യാണ്ട് ആകാശത്തിൻ്റെ താക്കോല് ഞാൻ ഇനി പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യരുതെന്ന് ഓർഡർ കൊടുത്തു. ആകാശത്തിൻ്റെ താക്കോല് പൂട്ടി കീശയിലിട്ടുകൊണ്ട് നടന്ന പുള്ളിയായി പുള്ളി. ഞാൻ പറഞ്ഞിട്ടല്ലാതെ. പിന്നെ 3.5 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു തുള്ളി വെള്ളം ആകാശത്ത് നിന്ന് വീണില്ല. അങ്ങനെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് ഒന്ന്. പിന്നെ നിങ്ങൾക്കറിയാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ബൈബിളിനകത്ത് വായിച്ചിട്ടുണ്ടാകും.
1 രാജാക്കന്മാരിൽ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് 19, 18 അധ്യായം ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞ് പിന്നെ ഇവര് ആഹാബ് ഇസ്രായേലിന്റെ രാജാവാണ്. പക്ഷെ ഈ സ്ത്രീനെ ജെസബലിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റ് ദൈവങ്ങളുടെ ആരാധന തുടങ്ങി. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളായപ്പോഴത്തേക്ക് ജെസബലിനൊരു ആഗ്രഹം, പണ്ടൊരുത്തിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, സ്നാപയോഹന്നാന്റെ തല വെട്ടിക്കൊണ്ടുവരുന്നത്. അത് നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്. പുതിയ നിയമമാണ്, ഇത് പഴയ നിയമമാണ്, അതവിടെ നിൽക്കട്ടെ. അപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞ കണക്ക് അത് ചിലർക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോരുത്തരുടെ തല വേണമെന്ന് ആഗ്രഹം. അല്ലാണ്ട് ഒരു ഏക്കർ പറമ്പ് മേടിക്കണമെന്നോ ഒരു വീട് വെക്കണമെന്നോ ഒരു ജോലി വേണമെന്നോ കൊച്ചങ്ങളെ വേണമെന്നല്ല. ചിലരുടെയൊക്കെ തല വേണമെന്നാണ് ചിലർക്കൊക്കെ ആഗ്രഹം. ഇപ്പം എൻ്റെ തല വേണമെന്നാണ് ചിലരുടെയൊക്കെ ആഗ്രഹം. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഹല്ലേലൂയ, 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 ജീസസ് 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 ജീസസ്. അപ്പോഴത്തേക്ക് തല വേണമെന്ന് പറഞ്ഞു. ജെസബല് പറഞ്ഞു, ഒരു കോൺട്രാക്ട് ഓർഡർ കൊടുത്തു. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കോൺട്രാക്ട് കില്ലിങ് ധാരാളം നടക്കുന്നുണ്ടല്ലോ. 25,000 രൂപയ്ക്ക് ഒരു ഇത് ഞാൻ കേട്ടതാണ്. ഒരു ചെറുക്കൻ പഠിച്ച് ജോലി കിട്ടി. ചിലരൊക്കെ ചിലരൊക്കെ എഞ്ചിനീയർമാരായി, ചിലരൊക്കെ ഡോക്ടർമാരായി. ഈ ചെക്കനെടുത്ത ജോലി എന്ന് പറഞ്ഞാൽ 25,000 രൂപ അവന് വേണ്ടു. അത് മാസത്തിലൊന്നല്ല, എത്ര സമയം ഏത് വേണേലും ഡെയിലി എന്നുള്ള കണക്ക് കിട്ടിയാലും കുഴപ്പമില്ല. അവനെടുത്തിരിക്കുന്നത്, അവൻ്റെ ഇൻ്റർവ്യൂ ആണ് ഞാൻ കേട്ടത്, അവനെടുത്തിരിക്കുന്നത് കോൺട്രാക്ട് കില്ലിങ്ങാണ്. നീ ഒരു 25,000 രൂപ കൊടുത്ത് ആരുടെയെങ്കിലും തലയ്ക്ക് വിലയാണത്. അവൻ കൊടുത്തു കഴിഞ്ഞാൽ അവനെ എങ്ങനെയും അപകടം ഉണ്ടാക്കിയോ അല്ല ഏതെങ്കിലും രീതിയിലോ കൊന്നോ കാല് വെട്ടിയോ ഒക്കെ കളയും. അതാണ് പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ഒരു കോൺട്രാക്ട് ഓർഡർ കൊടുത്തു ഈ എലൈജ പ്രവാചകന്റെ തല വെട്ടണമെന്ന്. ഇദ്ദേഹം ഭയന്നു എന്നാണ് വചനം പറയുന്നത്. അത് നിങ്ങൾ വായിച്ചാണ്ടാൽ മതി. ഞാനിപ്പം ബൈബിൾ പഠിപ്പിക്കുന്ന ആളല്ല, അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ താല്പര്യമില്ല. അദ്ദേഹം ഭയപ്പെട്ടു. ആരെയാ? ജെസബലിനെ ഭയപ്പെട്ടു. ആരാ? ദൈവത്തിൻ്റെ പോലെ ശക്തിയുള്ള ഒരു പ്രവാചകനാണ്. അത്രമാത്രം. കാരണം വാക്കുകൊണ്ട് നനഞ്ഞു കുതിർന്നിരിക്കുന്ന മരത്തിലെ ബലിവസ്തുവും അവിടെ ആ മരവും അതായത് തടിയും എല്ലാം കൂടെ കൺസ്യൂം ചെയ്ത് അഗ്നിയിൽ ചെയ്ത് യഹോവ അഗ്നി അയച്ച് മറ്റുള്ളവരുടെ മുൻപിൽ തെളിയിച്ചു കൊടുത്ത് ഇവൻ എൻ്റെ ജീവിക്കുന്ന ദൈവമായ എൻ്റെ പ്രവാചകനാണെന്ന് പറഞ്ഞ കക്ഷിയാണ്. ഓട്ടമാണ് നെട്ടോട്ടം ഓടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇദ്ദേഹം ഈ കോൺട്രാക്ട് ഓർഡർ മനസ്സിലായല്ലോ. അപ്പം ഇദ്ദേഹം ഒരു സൂയിസൈഡൽ പ്രെയർ ആണ് നടത്തിയത്. ദൈവമേ, യഹോവയായ ദൈവമേ, ജിസബൽ എൻ്റെ തലയ്ക്ക് വില ഇട്ടിരിക്കുന്നു, അതിന് കോൺട്രാക്ട് കില്ലിന് ഓർഡർ ഇട്ടിരിക്കുന്നു, നീ എൻ്റെ ജീവനെ എടുത്തുകൊള്ളണേ. അതായത് അവരുടെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്, നീ എൻ്റെ ജീവൻ എടുത്തോണേ എന്നും പറഞ്ഞ ഒരു സൂയിസൈഡ്. പല പ്രയറുകൾ കേട്ടിട്ടുണ്ട്, ബൈബിളിൽ ഉടനീളം കേട്ടിട്ടുണ്ട്. മെറീബയില് വെള്ളമില്ല, കയ്പ് പിന്നെ പിന്നെ നല്ല വെള്ളമാക്കി കുടിക്കാൻ പറ്റിയതാക്കി കയ്പ് നേരെന്ന് പറഞ്ഞത്, ചെങ്കടലിനെ ഭാഗിച്ചു, ഇതെല്ലാം ചെയ്ത് ചില പ്രാർത്ഥനകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പൊന്നു തമ്പുരാനെ, എൻ്റെ പ്രാണൻ എടുത്തോണം. നീ 2 മാസമായിട്ട് ഞാൻ പ്രാർത്ഥിച്ച ഒറ്റ പ്രാർത്ഥനയാണ്. നിങ്ങൾ കേട്ടോണം. പ്രാർത്ഥിച്ച ഒറ്റയ്ക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ, എൻ്റെ പ്രാണൻ അങ്ങ് എടുത്തോണേന്ന്. അതിവിടെയുള്ള ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം. മനസ്സിലായല്ലോ? എൻ്റെ പ്രാണൻ എടുത്തോണേ. ഇതായിരുന്നു എൻ്റെ സുഹൃത ജപം. ഇപ്പം ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരോടും പറഞ്ഞു, ഉണ്ണീശോയ്ക്ക് വേണ്ടി സുഹൃദജപം 25-ാം തീയതി വരെ ചെയ്യണം എന്ന് പറഞ്ഞു. എല്ലാവരും ഓരോന്നൊക്കെ എടുത്തിടുന്നുണ്ട്. വളരെ ഞാൻ സന്തോഷിക്കുന്നു. നമ്മൾ ഉണ്ണിയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃദജപങ്ങൾ ചൊല്ലിയും ആശയടക്കങ്ങൾ ചൊല്ലിയും പ്രാർത്ഥനകൾ കൂട്ടത്തിൽ ചൊല്ലിയും ഒക്കെ നമ്മൾ ഉണ്ണീശോനെ വരവേറ്റുകൊണ്ടിരിക്കുക. എനിക്കതൊക്കെ. പക്ഷെ എൻ്റെ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥന ഇപ്പോഴും എൻ്റെ 2 ചെവിയുടെയും 2 സൈഡ് ഇപ്പം നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. കേട്ട് അങ്ങനെ ഇനി അതവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, പിന്നെ ഇനി അത് പോട്ടെ, ഇത് വെറൊരു മനുഷ്യൻ, ഒരു എലൈജ, ഒരു പ്രവാചകൻ, നല്ല കാര്യം. അദ്ദേഹം പറഞ്ഞു, തമ്പുരാനെ എൻ്റെ പ്രാണൻ എടുത്തോണം. അപ്പം അങ്ങനെ പോയപ്പോണ്ട് വേറൊരുത്തൻ അവിടെ നിൽക്കുന്നു. ആരാണ്? നമ്മുടെ ജോന പ്രവാചകൻ ഒരുത്തൻ. ജോസ്ഫിന എന്ന് പറയുന്ന ഈ ഒരു പുള്ളിക്കാരത്തി, ഒരു പാപിനിയായ ഒരു ലേഡി, വെറും ഒരു ജഡമാംസ രക്തം മാത്രമുള്ള ഒരു ലേഡി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ എന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ ഒരു ജോന പ്രവാചകൻ,
യോനയുടെ കഥ നിങ്ങൾക്കറിയാം. നീ നിനിവേലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി കയറി പിന്നെ കപ്പലിൽ കയറി തർശീസിലോട്ട് പോകുന്ന വഴി നേരെ എതിർവശത്ത് പോയിരിക്കുക. തമ്പുരാൻ കാറ്റും കോളും ഉണ്ടാക്കി കപ്പൽ മറിഞ്ഞ് ലോട്ടിട്ടു. അവർ നോക്കി ഏതവൻ കാരണം ഈ കാറ്റും കോളും ഉണ്ടാകുന്നത്. അന്ന് അങ്ങനെയൊക്കെ രീതികളുണ്ട്. ഏതവനെ കുഴപ്പക്കാരനൊക്കെ കണ്ടുപിടിക്കുന്ന രീതിയുണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്. ലോട്ടിട്ടു. ഇവൻ താഴെ കിടന്നുറങ്ങുക. കപ്പലിൻ്റെ ഏക അടിത്തട്ടിൽ പോയിട്ട് ഉറങ്ങാണ്ട് കിടന്നുറങ്ങുക. നോക്കുമ്പോൾ ഇവൻ കാരണമാണെന്ന് ഇവൻ്റെ പേര് കിട്ടി. കപ്പലിലുള്ള എല്ലാവരുടെയും പേരെഴുതിയാണ് ഇട്ടത്. പേര് കിട്ടി. രണ്ടുപേരും കയ്യിലും കാലിലും കൂടെ തൂക്കിപ്പിടിച്ച് കടലിനകത്തോട്ട് ഒരു എറിഞ്ഞപ്പോഴത്തേക്ക് ചെന്ന് വീണത് എവിടെയാണ്? അവിടെ തയ്യാറായിട്ട് ഒരുത്തനെ നിർത്തിയിരുന്നു. അത് തിമിംഗലം വിഴുങ്ങി 3 ദിവസം. അപ്പം എൻ്റെ മോൾക്കൊരു സംശയം. ഇവള് ഒരു ദിവസം ഇത് കേട്ടിട്ട് പറഞ്ഞു, മമ്മി ഈ പിന്നെ തിമിംഗലം വിഴുങ്ങിയപ്പോൾ അതിനകത്ത് മുഴുവനും ഇച്ചിച്ചിയായിരുന്നില്ലേ? വായ്ക്കകത്ത് പിന്നെ കുടലിനകത്ത് ചെന്നപ്പോഴത്തേക്ക് അവിടെ മുഴുവനും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം അവിടെ മുഴുവനും അഴുക്കായിരുന്നില്ല. പിന്നെ എങ്ങനെ അതിനകത്ത് 3 ദിവസം താമസിച്ചെന്ന്? അതിപ്പോ യോനാ പ്രവാചകനോട് ചോദിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ. അതാരുടെ കാര്യം? ഓക്കെ, അത് പോയി. അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ എന്നോട് ചോദിച്ചായിരുന്നു. എന്നിട്ട് പിന്നെ 3 ദിവസം അതിനകത്ത് സുഖമായിട്ട് ഉറങ്ങിയും തിന്നും കുടിച്ചും അതിനകത്ത് മറ്റേ സാധനം ഭക്ഷിച്ച ആഹാരം എല്ലാം കണ്ടും കേട്ടു ഒക്കെ അതിനകത്ത് കിടന്ന് പിന്നെ കടൽ തീരത്തുനിന്ന് കൊണ്ടുവന്ന് തുപ്പിക്കളഞ്ഞ് നേരെ നിനിവയുടെ മുൻവശത്ത് എന്നാ നടന്നോടാന്ന് പറഞ്ഞു. അങ്ങനെ പോയി അവിടെ 3 ദിവസത്തെ വഴി ദൂരം നടന്ന് ചെരുപ്പും തേഞ്ഞ് കാലും തേഞ്ഞ് അങ്ങനെ പോയിട്ട് എല്ലാവരും മാനസാന്തരപ്പെട്ടോ, ഇല്ലെങ്കിൽ 40 ദിവസത്തിനകം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഇതിപ്പോൾ അഗ്നി ഇറങ്ങാൻ പോകുന്നു, തീ ഇറങ്ങാൻ പോകണു, പോണ്ടാൻ പോകുന്നു, നീയൊക്കെ തുലഞ്ഞു പോകാനുള്ള പരിപാടിയാണെന്ന് ഇത് പറഞ്ഞ് കേട്ടില്ല. രാജാവ് ഉത്തരവ് ഇറക്കി. കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം ജനങ്ങളെല്ലാവരും പക്ഷി മൃഗാദികൾ സഹിതം മുഴുവൻ പേരും ഉപവാസമായിരുന്നാണ്. ഒരാളും ഒന്നും തിന്നേക്കരുത് കുടിച്ചേക്കരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ചാരമെല്ലാം തലയിൽ വാരിയിട്ട് ചാക്ക് ചുറ്റിക്കൊണ്ട് ഇതുങ്ങളെ എല്ലാവരും കൂടെ കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം അങ്ങോട്ടേക്ക് ഉപവാസം എടുത്തപ്പോൾ ഈ പിതാവായ ദൈവം ഒരു തീരുമാനം എടുത്തു. ഇത്രയും പേര് എൻ്റെ ഒരിക്കൽ കരഞ്ഞു വിളിച്ച് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നതുകൊണ്ട് ഞാൻ ഇനി അവരുടെ മേലിൽ വരുത്തുമെന്ന് പറഞ്ഞ വിപത്തിനെ, ഇതൊക്കെ ചില രീതികളിൽ പറയേണ്ട അവിടേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഇപ്പം, വരുത്തുമെന്ന പറഞ്ഞ വിപത്തിനെ അങ്ങോട്ട് മാറ്റിക്കളഞ്ഞപ്പോൾ ഈ കക്ഷി ഒരു കുന്നുമ്മ കയറി അവിടെ ഇരിക്കുകയാണ്. ഞാനേതായാലും 4 പ്രവചനം പറഞ്ഞതല്ലേ, ഒന്നുമില്ലെങ്കിൽ ഞാനൊരു വലിയൊരു പ്രവാചകനല്ലേ. ഞാൻ പറഞ്ഞിട്ട് ഒരു ചെറിയ ഭൂമിയിലെങ്കിലും ഉണ്ടാകുക, ചെറിയൊരു അഗ്നിബാധ, ഒരിച്ചിരി സൾഫറും ഗന്ധകവും സൾഫറും അഗ്നിയും കൂടെ ഇറങ്ങണ്ടേ? അത് ഇറങ്ങും. ഞാൻ പറഞ്ഞതാണെങ്കിൽ, പ്രവാചകനാണെങ്കിൽ പറഞ്ഞതാണെങ്കിൽ, എന്നോട് ദൈവം പറഞ്ഞാണ് ഇതൊക്കെ നടക്കും. അവിടെ എന്താ സംഭവിക്കുന്നതെന്നും കണ്ട് കാണാനായിട്ടേ പുള്ളിക്കാരൻ മേളിൽ കുന്നുമ്മ കയറി ഇരിക്കുകയായിരുന്നു. പാവം മുട്ടത്തലേന് അങ്ങോട്ടേക്ക് കൂടെ ചൂട് പിടിച്ചിട്ട് തമ്പുരാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു മരം നട്ടു കൊടുക്കാമെന്ന്. ചുമ്മാ ഇരുന്നപ്പോൾ ഒരു മരം അങ്ങോട്ടേക്ക് പൊങ്ങി വന്നു. ദൈവമാണല്ലോ ചെയ്തു. അവന് എൻ്റെ പ്രവാചകനാണല്ലോ. അവിടെ അങ്ങനെ തണലത്ത് കുത്തിയിരുന്ന് വല്ലതും നോക്കിക്കൊണ്ടിരിക്കട്ടെ, നിനീവ രാജ്യത്ത് എന്താ നടക്കാൻ പോണെ. അങ്ങനെ പിന്നെ അവിടെ കുത്തിയിരുന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒരു കുന്തവും നടക്കുന്നില്ല. അവിടെ ഒന്നും അഗ്നിബാധ ഉണ്ടാകുന്നില്ല, സൾഫർ ഇറങ്ങുന്നില്ല, സോദോം ഗൊമോറ ഉണ്ടാകുന്നില്ല. അങ്ങനെ നോക്കിയിരുന്നപ്പോഴത്തേക്ക് ആൾക്ക് ഭയങ്കരമായിട്ട് അരിശം. എന്നാ പിന്നെ നിനക്ക് എൻ്റെ ജീവൻ അങ്ങ് എടുത്തുകൂടെ? പ്രവാചകനാ, ഞാൻ പ്രവാചകിയല്ല കേട്ടോ. ഞാൻ ചുമ്മാ ഒരു ജഡം മാംസ രക്തമായിട്ടുള്ള ഒരു ജോസഫിനെ, വെറുതെ ഒരുത്തി. ഓക്കെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓ ഹാലേലൂയ. അങ്ങനെ ഞാൻ അവിടെ അങ്ങനെ ഇരുന്ന് നോക്കി. തമ്പുരാൻ പറഞ്ഞു, ഇവൻ ഇത്രയ്ക്ക് ഇതാണെങ്കിൽ എന്നാ പിന്നെ ഇവനും നോക്കട്ടെ. ഞാൻ ഇവരോട് കരുണ കാണിച്ചതിനെ ഇവനെന്തിനാ വിഷമിക്കുന്നതെന്ന് അറിയത്തില്ല. എന്നാൽ പിന്നെ ആ മരത്തിൻ്റെ ചുവട്ടിലോട്ട് ഒരു പുഴുവിനെ അയച്ച് ആ പുഴു പോയി വേരെല്ലാം കൂടെ മാന്തി കളഞ്ഞ് അപ്പം നോക്കുമ്പോൾ ഇലയെല്ലാം കൂടെ അപ്പം നിന്ന നിലപാടെ പൊഴിഞ്ഞു പോയി. പിന്നെ ചൂടിങ്ങനെ തലയിലോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കാണ് യോനാ പ്രവാചകന് കഠിനമായ വിദ്വേഷം അവനോട് തന്നെയും തോന്നിയത്. എന്നാ പിന്നെ എൻ്റെ ജീവൻ അങ്ങ് എടുത്തോ. സൂയിസൈഡൽ പ്രയർ ആണ്. വേറൊരു പ്രവാചകൻ അതിരിക്കട്ടെ, നല്ല കാര്യം. അപ്പൊ നമ്മുടെ തമ്പുരാൻ ഒരു ചോദ്യം ചോദിക്കുന്നു, ജോനായെ, നീ ആ മരത്തിനെ നട്ടു വളർത്തിയായിരുന്നോ? നീ അതിന്റെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചായിരുന്നോ? നീ അതിന് ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്തായിരുന്നോ? നീ അതിനെ നനച്ചോ? നീ അതിനെ വേലി കെട്ടിയോ? ഒന്നും ചെയ്തില്ല. ആ ഒരു മരം ഉണങ്ങിപ്പോയതിനെ നീ ഈ മാതിരി കിടന്ന് പിന്നെ കലിപ്പ് കയറേണ്ട ഒരു കാര്യം ഉണ്ടോ? വല്ല കാര്യമുണ്ടോ?
1,20,000 ആൾക്കാര്, ആബാലവൃദ്ധം ജനങ്ങള് 3 ദിവസത്തെ ഉപവാസം എടുത്ത് ആഹാരമില്ല, വെള്ളം പോലും കുടിക്കാണ്ട് എൻ്റെ ഇരിക്കെ പക്ഷിമൃഗാദികൾ അധികം ഉപവസിച്ച് എൻ്റെ ഇരിക്കെ പ്രാർത്ഥിച്ചാൽ തമ്പുരാന്റെ ചോദ്യമാണ്, ഞാൻ അവരോട് കരുണ കാണിക്കേണ്ടതല്ലയോ എന്ന്. നിനക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ അവരോട് കരുണ കാണിക്കേണ്ടതല്ലയോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോഴാണ് ജോനായ്ക്ക് പറഞ്ഞത്, ഇത് എന്തൊരു കൃതിയാന്ന് പറ. ജോന ചിന്തിക്കുന്ന, ഞാൻ ചുമ്മാ എൻ്റെ ദേശത്തായിരുന്നപ്പോ തമ്പുരാനെ നിന്നോട് ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. നിന്റെ സ്വഭാവം എനിക്ക് പണ്ടെന്നെ അറിയാം. കാരണം നീ ഈ മനുഷ്യന്മാർ അയ്യോ പത്തൊന്നും പറഞ്ഞ് നെഞ്ചത്തടിച്ചുകൊണ്ട് നിലവിളിക്കുമ്പം നീ അവരുടെ മേലിൽ വരുത്താമെന്ന് പറഞ്ഞ വിപത്ത് വരുത്താതെ നീ ക്ഷമാശീലനും എടുത്തോളൂ. അത് 4-ാം അധ്യായം 9 തൊട്ട് ഇങ്ങനെ വചനങ്ങൾ കിടക്കുന്നുണ്ടല്ലോ. ദീർഘക്ഷമയുള്ളവനും കോപിക്കുന്നതിൽ വിമുഖനുമാണെന്ന് എനിക്ക് പണ്ടേ നിന്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയാം. നീ ഇങ്ങനെയൊക്കെ കാണിക്കത്തുള്ളൂ. ചുമ്മാ ഇരുന്ന് എന്നെയാണ് വിളിച്ച് നിനിവേലോട്ട് പറഞ്ഞു വിട്ടത്. ഞാൻ ചുമ്മാതാണ് തർശീസിലോട്ട് പോകാനൊരുങ്ങിയത്. എന്നിട്ട് നീ സമ്മതിച്ചില്ല. പിന്നെ നീ ഭൂകമ്പം ഉണ്ടാക്കി. പിന്നെ നീ മീനിനെ കൊണ്ട് എന്നെ മെഴുങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ കിടന്ന് ഛർദ്ദിച്ചിട്ട് പിന്നെ ഞാൻ 3 ദിവസം വഴിനോടെ നടന്നു. ഞാൻ എന്നിട്ട് ഇതെല്ലാം കൂടെ പറഞ്ഞു കിടന്ന് പട്ടിണിയായിട്ട് എൻ്റെ കാലും തേഞ്ഞ് ഞാനിപ്പം വെയിലും കൊണ്ടിരിക്കുന്നു. എന്നാ പിന്നെ നിന്റെ സ്വഭാവം എനിക്ക് പണ്ടേ അറിയാം. നിന്റെ സ്വഭാവം എന്തെന്നാ, അതും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ തന്നെ. എന്നിട്ട് ഇപ്പതേ നീ ഒരു കുഴപ്പവും അവർക്ക് ഉണ്ടാക്കുന്നില്ലേ താനും. അതാണ്. അപ്പൊ എനിക്ക് നീ മരിച്ചേച്ചാ മതി. ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യം നടന്നില്ല. എൻ്റെ പ്രാണനെ അങ്ങ് എടുത്തോന്ന്. അതൊരു കക്ഷി. ഓക്കെ. അപ്പൊ ജോസ്ഫിൻ എവിടെയാ നിൽക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായല്ലോ ജോസ്ഫിൻ എവിടെയാ നിൽക്കുന്നതെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രവാചകനാണ്. പ്രവാചകൻ ആരെ വിളിച്ച പ്രവാചകനാ? യഹോവയായ ദൈവം വിളിച്ച് അപ്പോയിന്റ്മെന്റ് കൊടുത്തു വിട്ട പ്രവാചകനായി ഇപ്പൊ 2 പേരെ അങ്ങോട്ട് കണ്ടത്. ഇനി 3-ാമത് ഒരാളുണ്ട്. ദൈവപുത്രനാണെന്നാ പറഞ്ഞു വന്നത്. ഹല്ലേലൂയ. പാപം ചെയ്യാത്തവൻ, ഹല്ലേലൂയ. പാപം എന്തെന്ന് അറിയാത്തവൻ, ശക്തി നിറഞ്ഞവൻ, ദൈവത്തിന്റെ ഏകപുത്രൻ. അതിനെക്കുറിച്ചൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നു. അങ്ങോട്ട് ഞാൻ അങ്ങനായിട്ട് വലുതായിട്ട് കടക്കുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദൈവം, മനുഷ്യപുത്രൻ, ദൈവപുത്രൻ, മറിയത്തിൽ നിന്ന് കന്യകാ മറിയത്തിൽ നിന്ന് ജാതനായവൻ, മനുഷ്യന് ഒരു കയ്യും ഇല്ലാണ്ട്. ഔസേപ്പ് പണ്ട് പറഞ്ഞായിരുന്നു ഇത് ഏതാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ആവോ എനിക്കറിയത്തില്ല. മറിയ ഔസേപ്പും ഉണ്ണിയും കൂടി ഇങ്ങനെ പോവുക. അപ്പൊ ഉണ്ണി മറിയത്തിന്റെ കയ്യിലിരിക്കുകയാണ്. ഔസേപ്പ് ഒരിച്ചിരി മുന്നോട്ട് പോയി. അപ്പൊ പണ്ടൊക്കെ ഔസേപ്പിനെ കുറെ നാളൊക്കെ കാണാതിരുന്നപ്പോ ചോദിച്ചു, അതായത് ഔസേപ്പ് ഇത് ഏതാ? അത് ഭാര്യ എന്റേതാണ്, കൊച്ചേതാന്ന് അറിയില്ലെന്ന് പറയാൻ ഒക്കത്തില്ല. അല്ല, എന്നാ പിന്നെ ഭാര്യനെ നമ്മള് പിന്നെ അദ്ദേഹം അത് വേറൊരു രീതിയിൽ കാണുന്നതായിട്ട് പാട്ടുണ്ടാവുമല്ലോ നാട്ടില്. അതിനെ ഔസേപ്പ് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പീഡിലൊരു, അങ്ങനെയാണല്ലോ പണ്ടത്തെ ആണുങ്ങളും 2-3 കൊച്ചങ്ങളുമായിട്ട് നിറവയറും കാണും. 2 പിള്ളേർ അപ്പുറം ഇപ്പുറം, പിന്നെ ഒരെണ്ണം ഒക്കത്തും 4-ാമത്തേത് വയറ്റിലുമായിട്ട് ഇങ്ങനെ പെണ്ണുങ്ങൾ പോകുമ്പം ഭർത്താവ് 1 കിലോമീറ്റർ മുന്നെയാണ്, പിന്നെ പുറകാലെ വെച്ച് പിടിക്കുക. അങ്ങനെയാണ് കഥ എന്ന് പറഞ്ഞാൽ ഔസേപ്പ് ഒരു പായൽ വാങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അങ്ങനെ ഉണ്ടായ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് വലിയ മിസ്റ്ററി ആയിട്ട് ജനിച്ച ഒരു ദൈവം. കേട്ടോ, ആ ദൈവം, അത് എൻ്റെ ഈശോയുടെ കാര്യം പറഞ്ഞ, വേറെ ആരുടെയും കാര്യമല്ല പറഞ്ഞ. ആ ദൈവം എന്ത് ചെയ്തു? ഹല്ലേലൂയ. ഒടുക്കത്തെ അത്താഴമൊക്കെ കഴിഞ്ഞ് മക്കളെ നിങ്ങളൊക്കെ കൂടെ വാ, നമുക്ക് ആഹാരമൊക്കെ കഴിക്കാമെന്നും പറഞ്ഞ് എല്ലാവരും അവിടെ അപ്പർ റൂമിൽ പോയിട്ട് വലിയ മേശയൊക്കെ ഒരുക്കി വീഞ്ഞു കൊണ്ടുവന്നു, അപ്പം മുറിച്ചു, എല്ലാവർക്കും കൊടുത്തു, ദാനം ചെയ്തു, എല്ലാം ചെയ്തു. ഒരു കുദാശയും സ്ഥാപിച്ചേച്ച് ആളിച്ചിരി പ്രാർത്ഥിക്കാമെന്ന് കണ്ടിട്ട് അങ്ങോട്ടേക്ക് മലയിലോട്ട് പോയി. കേട്ടോ, ഒലിവ് മലയിലേക്ക് പോയിന്ന്, ഗത്സേമൻ തോട്ടത്തിലേക്ക് പോയിന്നാ പറഞ്ഞത്. ഓ യെസ്. അവിടെ ചെന്നപ്പോ ദേവന്നു കുറെ പേര് ശിഷ്യന്മാരോട് പറഞ്ഞു, കൊച്ചങ്ങളെ നിങ്ങളെല്ലാം കൂടെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക കേട്ടോ, പ്രാർത്ഥിക്കുക. ഞാനിപ്പം ഇച്ചിരി അങ്ങോട്ടേക്ക് പോയി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പോ 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഉണ്ട് 1 മണിക്കൂർ തിരുമണിക്കൂർ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇപ്പൊ നടക്കുന്ന കണക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് വന്ന് നോക്കുമ്പോൾ എല്ലാം പിന്നെ എൻ്റെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാതിരി കാലെടുത്ത് നെഞ്ചിൻ്റെ മുട്ടെടുത്ത് നെഞ്ചിൻ്റെ അവിടോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് അതുങ്ങളെ പാവം ക്ഷീണിച്ച് അവിടെ കിടന്നുറങ്ങി. അപ്പൊ ചോദിക്കുന്നുണ്ട്, 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോട് കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല? ചങ്ക് തകരുന്ന ഒരു ചോദ്യമാണ് ഈ ഇദ്ദേഹം ചോദിച്ചത്. നമ്മുടെ ക്രിസ്തു ചോദിച്ചു. പിന്നെയും പോയി, കുറച്ചു ദൂരം പിന്നെയും പോയി. പ്രിയ മക്കളെ, ഒരു നിലവിളി അങ്ങോട്ട് നിലവിളിച്ചു. ആര്? 33.5 വയസ്സുള്ള ഒരു കൊച്ചൻ. ഹാലേലുയ. ഒരു മരപ്പണി, എന്തുതരം മരങ്ങൾ ആ തോളിലേറ്റിക്കൊണ്ട് വന്നാണെന്നറിയാമോ നിങ്ങൾക്ക്? അപ്പനെ സഹായിക്കാനായിട്ട് 12-ാം വയസ്സിൽ പിടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കിട്ടിയിട്ട് പിന്നെ പരസ്യ ജീവിതം തുടങ്ങുന്നവരെ അവിടെ കൂട്ടത്തിനനുസരിച്ച് ജീവിച്ചു എന്നല്ലേ ഞങ്ങൾ വചനത്തിൽ വായിച്ചിട്ടുള്ളത്.
അതാ അവിടെ നിന്ന് ഒരു നിലവിളി അങ്ങോട്ട് നിലവിളിച്ചു. അയ്യോ, ആത്മാവിനകത്തുനിന്ന് ഒരു നിലവിളി അങ്ങോട്ട് നിലവിളിച്ചു. എന്തെന്നാ നിലവിളിച്ചത്? ഓ, ഇഫ് ഇറ്റ് ഈസ് യുവർ ഹോളി വിൽ ലോർഡ് റിമൂവ് ദിസ് കപ്പ് ഫ്രം മീ, ടേക്ക് ദിസ് കപ്പ് എവേ ഫ്രം മീ എന്നാ പറഞ്ഞ. ആരാ കരഞ്ഞത്? ക്രിസ്തു. ആരാ? എങ്ങനെയുള്ള ക്രിസ്തുവാ? ദൈവപുത്രനായവൻ, മിസ്റ്ററി ആയിട്ട് പറന്നവൻ, കന്യാമറയത്തു നിന്നും പറന്നവൻ, പാപം ചെയ്യാത്തവൻ, വിശുദ്ധനായവൻ, ദൈവത്തിന്റെ ഏകജാതൻ, ഇവൻ എൻ്റെ പ്രിയ പുത്രനാവുന്നു, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം ടെസ്റ്റിഫൈ ചെയ്തവനാ. ആര്? പിതാവായ ദൈവം ടെസ്റ്റിഫൈ ചെയ്തവനാ. ആ പാറേൻ്റെ അവിടെ, ഗത്സമൻ തോട്ടത്തിലെ പാറേൻ്റെ അവിടെ കമന്ന് കിടന്നിട്ട് ഒരൊറ്റ നിലവിളിയായിരുന്നു. എന്നിട്ട് എന്തുണ്ടായി? ഈ നിലവിളിച്ചപ്പോൾ എന്താ ഉണ്ടായെന്നറിയാവോ? രക്തമെല്ലാം കൂടെ ജലമായിട്ട്, അല്ല സോറി, വിയർപ്പെല്ലാം കൂടെ രക്തമായിട്ട് രോമകൂപങ്ങളിൽ നിന്ന് അങ്ങോട്ട് ഒഴുകി ഇറ്റിറ്റ് താഴേക്ക് വീണു. വല്ല വിവരമുണ്ടോ? ജോസ്ഫിനെ അല്ല അത്. ഞാൻ ജോസ്ഫിനെയാണ്. ഞാൻ വെറും ഒരു ജഡം മാംസ രക്തമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാനിപ്പോൾ ഇവിടുന്ന് 10ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടുന്നും പിന്നെ ഞാനിപ്പം ചാകുന്നു, എൻ്റെ പ്രാണനെ അങ്ങ് എടുത്തോണെന്ന് പ്രാർത്ഥിക്കാനുള്ള സകല അവകാശവും അധികാരം എനിക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ജോസ്ഫിനെയാണ് പറയുന്നത്. ഇപ്പം ഇവിടെ ഇരിക്കണ ഞാനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടെ ഇരുന്ന് ഒരു വിയർപ്പങ്ങോട്ട് വിയർത്തില്ലേ. അപ്പം ദേവന് നമ്മുടെ സ്കറിയാത്തെന്നും പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു. ഇങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞ്, അയ്യോ ഗുരു, എന്നാ ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോട്ടെ, എന്നാ പിടിച്ച ഒരു ഉമ്മ. ഓക്കെ, നീ ഏതായാലും തൊലയാൻ പോകുക, എൻ്റെ വകയായിട്ട് ഒരെണ്ണം ഇരിക്കട്ടെ. ഒരു ഒറ്റുകാരൻ അങ്ങോട്ടേക്ക് ഒറ്റിക്കൊടുത്തു. 3.5 വർഷം കൂട്ടത്തിൽ നടന്ന ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ മിനിസ്റ്ററായിരുന്നു, ചീഫായിട്ടുള്ള ആള്. അന്നാണ് കൊടുത്തത്. ഈശോയ്ക്ക് കിട്ടിയ ആരെങ്കിലും എന്തെങ്കിലും കഴിക്കാനോ എടുക്കാനോ ദാനധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇയാക്കടെ കയ്യിലായിരുന്നു. പക്ഷെ 30 വെള്ളിക്കാശ് എൻ്റെ കയ്യിലിരിക്കുക. ഞാൻ പോയിട്ട് അടിച്ചു പൊളിക്കാൻ പോകുക, എന്നാ പിടിച്ചോന്നും പറഞ്ഞുകൊണ്ട് പിന്നെ സൈന്യാധിപന്മാരുടെ കയ്യിലോട്ട് ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തിട്ട് ഒരു സ്കറിയാത്ത കൈ കഴുകിയിട്ട് അങ്ങോട്ട് പോയി. വേദന വേദന വേദന. അതും കഴിഞ്ഞ് മണിക്കൂറുകൾ അങ്ങോട്ട് കൊണ്ടുവന്നു. 4 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രി കയ്യപ്പസിൻ്റെ അടുത്ത്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പീരാത്തോസിൻ്റെ അടുത്ത് നിന്ന് അവിടേക്ക് അങ്ങോട്ട്, ഇങ്ങനെ മഹാപുരോഹിതൻ്റെ അടുത്ത് എല്ലാം കൊണ്ടുപോയി അവസാനം കുരിശുമ കയറ്റിയപ്പോൾ അവിടെയും കിടന്നൊരു നിലവിളിച്ചേ. ഞാൻ അതിനെക്കുറിച്ചാണ് ഇന്നലെ പറഞ്ഞത്. ആ പൂവും കായും ഒക്കെ ആയിട്ട് ഒരെണ്ണം ഒരു തിരി കത്തിച്ച് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആയിട്ട് ഇട്ടല്ലോ, കണ്ടില്ലായിരുന്നോ? കേട്ടില്ലായിരുന്നോ? നിങ്ങൾ കേട്ടില്ലായിരുന്നോ ഇന്നലെ? അത് കാണാത്തവൻ ഇവിടെ കയറാൻ പറ്റാത്തവൻ കാണേണ്ടതാ അത്, ആ വീഡിയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഓഡിയോ. ഹല്ലേലൂയ. എന്നിട്ട് എന്തിയെ? കുരിശുമ കയറ്റി. എല്ലാം കഴിഞ്ഞു. ഈ അടിയെല്ലാം കൊടുത്തു, ഉടുപ്പ് വലിച്ചു കീറി, പിന്നെ രോമം കുത്തിപ്പറിച്ച് മുഖത്തേത് ഓരോന്നോരോന്നായിട്ട് ചവണി എന്നാണോ, എന്താ ചവണയാ സാധനം അറിഞ്ഞില്ല, കൊടിലും കൊണ്ട് പിടിച്ചു പറിച്ചു. കന്നത്തടിച്ചു, മുഷ്ടി ചുരുട്ടി കണ്ണിന്റെ താഴേക്ക് അടിച്ചു. ആ ചീക്ക് ബോണിൻ്റെ അവിടെ അങ്ങോട്ടേക്ക് പൊളർന്നു പോയ ഒരു കണ്ണ് കാണാതെ. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിനകത്ത് ഒരു കണ്ണിങ്ങനെ അടഞ്ഞിരിക്കുന്നതിന്റെ കാര്യം അതാ കേട്ടോ. അല്ലാണ്ട് അവർ സ്റ്റൈലിനകത്ത് ഇങ്ങനെ കണ്ണിറക്കി കാണിച്ചൊന്നുമല്ല ഈശോ. ഹല്ലേലൂയ. അങ്ങനത്തേതെല്ലാം ചെയ്ത് പുറം ചാല് കീറി ഈ മാതിരി എല്ലാം ഉണ്ടായി. ഇത്രയും സഹിച്ചു കഴിഞ്ഞിട്ടും കുരിശുമേ കയറി മരിക്കണ സമയത്തും അപ്പോഴും ഒരു അലമുറ അവിടെ ഇട്ടു പ്രിയപ്പെട്ട. അപ്പോഴും അലറി. എന്തെന്ന് പറഞ്ഞിട്ട്? കഴിയുമെങ്കിൽ പാനപാത്രം എടുത്ത് കളയാൻ. ആ തലേദിവസം രാത്രിയായിരുന്നു പറഞ്ഞത്. ഒടുക്കത്തെ എത്താഴം കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞതാ. ഓക്കെ, കേക്ക്. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതേ കുരിശിൽ ചാകാൻ കിടക്കുകയാണ്. പ്രാണം പോകാനായിട്ട് ശ്വാസം വെടിഞ്ഞു, തല ചായ്ച്ചു തോളിലേക്ക്. ആ സമയത്തും അവിടെ കിടന്ന ഒരു അലർച്ചയാണ്, ഡെസ്പറേഷന്റെ അലർച്ചയാണ് ഈശോ അലറിയത്. അങ്ങനെ തന്നെ ഞാൻ പറയണേ. നിനക്കൊക്കെ കേൾക്കാൻ മനസ്സുണ്ടായി കേട്ടാച്ചാൽ മതി, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി. നിന്റെ മേലിൽ എന്തെങ്കിലും പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഞാൻ പറയണ കാര്യം നിന്റെ ചുവട്ടിനകത്തോട്ട് കയറും. എന്താ പറഞ്ഞതെന്നറിയാവോ? ഓ അബ്ബാ ഫാദർ, വൈ ഹാവ് യു ഫോർസേക്കൻ മീ. ഇന്നലെ ഇത് തന്നെയാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. എന്തുകൊണ്ട് പിതാവേ, ഞാൻ നിന്നോട് കൂടെ ഇരുന്നതല്ലേ, നിന്റെ അടുത്ത് ഞാൻ ഇരുന്നതല്ലേ, ഞാൻ നിന്റെ ഏക സത്യമല്ലായിരുന്നു, ഞാൻ നിന്റെ ഏക പുത്രനല്ലായിരുന്നു. ഓ, വൈ ഹാവ് യു ഫോർസേക്കൻ മീ ആബാ ഫാദർ. കർത്താവായ യേശുവിന്റെ ഏറ്റവും വലിയ ദുഃഖമായിരുന്നത്. അപ്പൊ ജോസ്ഫിനെ എവിടെയാന്നാ നിന്നോട് ചോദിക്കുന്നത്? കരയാൻ പാടില്ല എനിക്ക്? വിഷമിക്കാൻ പാടില്ല എനിക്ക്? ഡെസ്പറേഷനിലേക്ക് പോകാൻ പാടില്ല എനിക്ക്? എൻ്റെ പ്രതീക്ഷ അറ്റിട്ടില്ല കേട്ടോ. അതാരും ഓർത്തോണ്ട് ഇപ്പം വെള്ളം വിഴുങ്ങിക്കൊണ്ടിരിക്കണ്ട.
അങ്ങനെ വല്ല വെള്ളവും പരിപ്പോ ഒക്കെ അടുപ്പ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചോ. അത് ഇവിടെ ചിലർ കേട്ടോണ്ടിരിക്കുന്ന ആ കക്ഷികളോടൊക്കെയാ പറഞ്ഞേ. ജോസ്ഫിന് ഡെസ്പറേഷനിൽ പോകത്തില്ല, ബട്ട് അല്ല, ഡെസ്പറേഷൻ ഉണ്ടാവാം, ഹോപ്പ്ലെസ്നെസ്സിലേക്ക് പോകുന്നില്ല. പ്രതീക്ഷ എൻ്റേത് ഒരിക്കലും അറ്റ് പോയിട്ടില്ല, പോവുകയില്ല. നീ ഒന്നും അതിന് വെള്ളം വെക്കണ്ട. ഹാലലുയ്യ, ഹാലലുയ്യ. ഞാൻ എൻ്റെ സാക്ഷിയാണ് ഇപ്പൊ പറഞ്ഞത്, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എലൈജ ഒരു കക്ഷി, ജോന, ഇനിയും വേറെ ആൾക്കാരുണ്ടെന്നേ, വേറെ ആൾക്കാരുണ്ട്. ഒരുത്തനോട് വിളിച്ചു പറഞ്ഞു, ഹാലലുയ്യ, അസ്ഥിവാരത്തിന്റെ താഴ്വര. ദേ ഇവിടെ കുറെ എല്ലാം ചെന്നിച്ചെത്ര, കാല് വേറെ, കൈ വേറെ, തല വേറെ, കഴുത്ത് വേറെ, മുട്ട് വേറെ, വിരല് വേറെ കിടക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ എനിക്കൊരു സൈന്യമായിട്ട് എഴുന്നേൽപ്പിച്ച് നിർത്താൻ പറ്റുമോ? അപ്പോൾ ആവോ തമ്പുരാനെ, ആർക്കറിയാം? നിനക്കറിയാം. എനിക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. ഞാൻ ഇവിടെ വെറുതെ നിൽക്കുക. ഡെസ്പറേഷനാണ്, ഡെസ്പറേഷൻ. മനസ്സിലായില്ലേ? ആ വാക്കാണോ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല, എനിക്കിപ്പോൾ അതേ കിട്ടുന്നുള്ളൂ. ആവോ തമ്പുരാനെ, നിനക്കറിയാം. എന്നാ പിന്നെ നീ ഒരു കാര്യം പറ, കാറ്റിനോട് ഊതാൻ പറ. തെക്ക് വടക്ക് പടിഞ്ഞാറ് ഇതൊക്കെ കാറ്റിനോട് ഊതാൻ പറഞ്ഞു. അപ്പോഴും ഒരു മനുഷ്യരൂപമൊക്കെ പ്രാപിച്ചു, എല്ലുകളെല്ലാം വന്ന് അവിടെ ഇവിടെ ഒക്കെ ഉള്ള കിടന്നതെല്ലാം വലിയ കൊടുങ്കാറ്റ് പോലെ സ്വരമുണ്ടായി, വന്നു കൂടി എല്ലാം നിന്നു. അപ്പം അവിടെ ഇപ്പൊ എസ്കളെല്ലാം ചേറി കിടന്നെല്ലാം ഒന്നായി. അപ്പോഴും ചോദിക്കുന്നുണ്ട്, ഇതിനെ ഒരു ആർമിയാക്കി എടുക്കാൻ പറ്റുമോ? ആവോ തന്നെ തമ്പുരാൻ, നിനക്കറിയാം. എനിക്കൊന്നും അറിഞ്ഞൂടാ. അപ്പൊ പറയാം, നീ പ്രവചിച്ചു, ഊതാൻ പറഞ്ഞു, ഊതി. അത് കഴിഞ്ഞപ്പം ജീവശ്വാസം അവരുടെ മേലിൽ പ്രവേശിച്ചു. ആർമിയാക്കി ചെയ്യാൻ പറ്റുന്ന അതിന്റെ പോലെ തമ്പുരാൻ എന്നോട് ചോദിക്കണ്ട. ഇതൊക്കെ നിനക്ക് അറിയാവുന്ന കാര്യം, നിനക്ക് ചെയ്യാൻ പറ്റിയ കാര്യം. എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് അറിയത്തില്ലെന്ന് എൻ്റെ ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് കരയാൻ അവകാശമുണ്ടോ? നിങ്ങളോടാ ചോദിക്കുന്നുണ്ടോ ഇല്ലയോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. അവരൊക്കെ കരയാമെങ്കിൽ എനിക്ക് കരയാൻ പറ്റുമോന്നേ ഞാൻ ചോദിക്കുന്നത്. അത് തന്നെ ഈ പറഞ്ഞത്. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ജോസ്ഫിനയുടെ കൂട്ടത്തിലെ മുറിയിലെ നരകത്തിൽ കിടക്കേണ്ട കക്ഷികളാണ് ഇവിടെ കയറി നിൽക്കുന്നത്. ആൻഡ് ഐ പ്രൈസ് ദ ലോർഡ്. ഇവിടെ ലൂസിഫർ ഹാലോവിന്റെ സമയത്ത് ഇവിടെ വന്നായിരുന്നു. നിലവും ഭൂമിയും തൊടാണ്ട് എൻ്റെ മുൻവശത്ത് വന്ന് നിന്നായിരുന്നു. പ്രൈസ് ദ ലോർഡ്, ഹാലലുയ്യ, ഹാലലുയ്യ. അപ്പം ചില രാജാക്കന്മാരൊക്കെ ആണല്ലോ കാണാൻ വന്നത്. പ്രൈസ് ദ ലോർഡ്, ഹാലലുയ്യ. അതിനകത്ത് ഞാൻ അഭിമാനിക്കുന്നൊന്നല്ല. ഹാലലുയ്യ. ദൈവം എന്നെ ഉപയോഗിക്കുന്നുള്ളതിൻ്റെ ഒരു തെളിവാ അങ്ങോട്ടേക്ക് കാണിച്ചു തന്നത്. മനസ്സിലായോ? എന്നെ തേടി ഒരാൾ എങ്ങാണ്ട് കിടന്ന കക്ഷികളൊക്കെ ഇങ്ങോട്ടേക്ക് കയറി വന്നേ. പ്രൈസ് ദ ലോർഡ്. ദൈവം ഒരു ദിവസം എന്നെ ഇതിൽ നിന്ന് വിടുവിച്ച് ഇതിന് കാരണക്കാരായ ആൾക്കാർ എൻ്റെ കൂട്ടത്തിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ഐ ഡിക്രി ആൻഡ് ഐ ഡിക്ലെയർ. നിനക്ക് വിശ്വസിക്കാമെങ്കിൽ നീ വിശ്വസിച്ചാൽ മതി. എന്നോട് കൂടെ നീ ആനന്ദിക്കാമെങ്കിൽ നീ ആനന്ദിച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ആമേൻ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആമേൻ. എൻ്റെ കൂടെ ചേർന്ന് ആമേൻ പറയാൻ ആരുമില്ല അല്ലേ? ഹാലലുയ്യ, ആമേൻ. എൻ്റെ കൂടെ ചേർന്ന് ആമേൻ പറയാൻ എനിക്ക് സപ്പോർട്ട് ചെയ്യാനുള്ളവരുണ്ടോ ഈ ഗ്രൂപ്പില്? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടോ ഈ ഗ്രൂപ്പില്? ആമേൻ, 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 ആമേൻ. ദിസ് വിൽ ബി മൈ പോർഷൻ ഇൻ ദ നെയിം ഓഫ് ദ മൈറ്റി നെയിം ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഹാലലുയ്യ, ഹാലലുയ്യ. ജോസ്ഫിനൊക്കെ ഏതാണ്ട് അവളെ ഏതാണ്ട് പാപത്തിൽ ചെയ്തിട്ട് ഇവള് രാത്രിയാകുമ്പോൾ ഇവള് ശുശ്രൂഷ ചെയ്യും, പകലെല്ലാം അവളെ സിനിമ കാണാൻ പോയിരിക്കായിരിക്കും. അതാ അവൾക്ക് ഇതിൻ്റെയൊക്കെ അനുഭവം എന്ന് നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി മകളെ. ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ദൈവം ഇന്ന് എന്നെ ജീവനോടെ ഈ ഭൂമുഖത്ത് ഇട്ടേക്കുന്നു. ദൈവത്തിന്റെ തേജസ് ഞാൻ കാണും, അതിപ്പോ തന്നെ കാണും, ഈ അടുത്തിടയ്ക്ക് തന്നെ കാണും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. എൻ്റെ ഈശോയ്ക്ക് സ്തുതി, എല്ലാ മഹത്വവും കരയറ്റുന്നു. യേശുവേ, അങ്ങയുടെ നാമത്തെ ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങേക്ക് നന്ദി പറയുന്നു. എനിക്ക് ജീവൻ തന്ന് എൻ്റെ ജീവനെ കാത്തതുകൊണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഒന്ന് മദർ മേരിയാണ്. മദർ മേരിയുടെ മാൻഡില് നീലക്കാപ്പയ്ക്കകത്ത് എന്നെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ വേറെ നിൽക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ഫൗസീനാമയുണ്ട്. ഹാലേലിയ. അത് കഴിഞ്ഞ് പിന്നെ വിശുദ്ധ മിഖായലുണ്ട്. ഇവരുടെയൊക്കെ എൻ്റെ കാവൽ മാലാഖയുണ്ട്. ഇവരുടെയൊക്കെ വലിയ കൃപയിൽ, കാരുണ്യത്തിൽ, ദയയിൽ ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹാലേലുയ്യ, ഹാലേലുയ്യ. നിങ്ങൾക്ക് കേൾക്കണേ കേട്ടാച്ചാൽ മതി കേട്ടോ. മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്നെ അറിയാവുന്നവരാ. നിങ്ങളോടല്ല ഈ പറഞ്ഞേ, ഇനി പുറത്തുള്ള ആൾക്കാരോടാ പറഞ്ഞേ. ജോസ്ഫിനെ എപ്പോഴും പറയുന്നു, അയ്യോ എന്നെ കടിക്കാൻ വന്നു, എന്നെ നുള്ളാൻ വന്നു, എന്നെ പിച്ചാൻ വന്നു എന്നും പറഞ്ഞ് ജോസ്ഫിനെ കരയാം. എനിക്ക് കരയാനുള്ള അവകാശമുണ്ട്. ഈ എലൈജ പ്രവാചകന് സൂയിസൈഡൽ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്കും പ്രാർത്ഥിക്കാൻ പറ്റും. നീയൊക്കെ വെറുതെ ഇരുന്നുണ്ടാ മതി. ഹാലലുയ്യ, 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 ഹാലലുയ്യ. താങ്ക് യു ലോർഡ്, താങ്ക് യു. എന്നാലും എൻ്റെ പൊന്നു സിസ്റ്ററേ,
സിസ്റ്റർ ഇങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ എൻ്റെയൊക്കെ കഥ എങ്ങനെയായിരിക്കും? എൻ്റെ ദൈവമേ, സിസ്റ്റർ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇത്രയും കുർബാന കണ്ടിട്ട് മണിക്കൂറുകൾ ആരാധനയിൽ ഇരിക്കുന്നു. ആരാധനയിൽ ഈശോ ഇന്ന് രാവിലെ 5-ാം തീയതി കണ്ട ഒരു വീഡിയോ എടുത്ത് ഞാൻ ഇട്ടിരുന്നു, അപ്ലോഡ് ചെയ്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത്രയും എന്നാൽ പിന്നെ ഞങ്ങളുടെ കാര്യം എന്തായിരിക്കും എന്നാവാ? ദൈവം നിന്നെ സഹായിക്കും. നീ ദൈവത്തെ ജീവിക്കുന്ന, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന നമ്മൾ ഒരു ഇതിലും പോവണ്ട. ഇന്നല്ലെങ്കിൽ നാളെ നീ ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ കാണും. ദൈവം എല്ലാം നിറവേറ്റാൻ ഒരു സമയം വെച്ചിരിക്കുന്നു. ചിരിക്കാനൊരു കാലം, കരയാനൊരു കാലം, കല്ല് പറക്കി കൂട്ടാനൊരു കാലം, അത് പറക്കി എറിയാനൊരു കാലം, കീറാനൊരു കാലം, അത് തുന്നിക്കൂട്ടാനൊരു കാലം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിൽ അങ്ങനെ നീ പറക്കി കൂട്ടുന്ന അവസരങ്ങൾ വരും. ഹല്ലേലൂയ. നിന്നെ ഡെസ്പയർ ചെയ്ത് തളർത്തിക്കളയുന്ന അരൂപികൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നീ കാണാനായിട്ട് അടുത്തിടെ ദൈവം നിനക്ക് അവസരം തരും. ഹല്ലേലൂയ. ഇതെല്ലാം കൂടെ ചേർത്ത് കഷായ പരുവമാക്കി നിന്നെ കയ്പ് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ മധുരമുള്ള വെള്ളം കുടിപ്പിക്കാൻ ദൈവത്തിന് അറിയാം. ദൈവത്തിന്റെ സെറ്റ് ടൈമിൽ എവറിത്തിങ് വിൽ ഹാപ്പൻ അക്കോർഡിംഗ് ടു ഹിസ് ടൈം. മഴ പെയ്യുന്നത്, കാറ്റ് വീശുന്നത്, ഈ ഒരു തോണിയിൽ പോകുമ്പോൾ കൊടുങ്കാറ്റുണ്ടായിട്ട് കടലിനെയും കൊടുങ്കാറ്റിനെ ശാസിച്ച ഒരു ദൈവത്തിന്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുന്ന മക്കളാണ് നീ ഞാനുമെങ്കിൽ നിന്റെ ജീവിതത്തിലെ കൊടുങ്കാറ്റിനെ, തിരമാലകളെ, ആഞ്ഞടിച്ച് വരുന്ന നിന്നെ നശിപ്പിക്കുമാറ് വരുന്ന തിരമാലകളെ ഹല്ലേലൂയ ദൈവം ഇല്ലായ്മ ചെയ്യും. ദൈവം ശാന്തമാക്കും. അതിനൊരു സംശയം വേണ്ട. എൻ്റേത് ഉൾപ്പെടെ നിങ്ങൾ കാണും, നിങ്ങൾ ആനന്ദിക്കും. വലിയ മഹത്വം നമ്മൾ കാണും. വലിയ സന്തോഷം ദൈവം നമുക്ക് ജീവിതത്തിൽ കൊണ്ടുതരും. അപ്പൊ ഇന്ന് ഞാൻ കരഞ്ഞോട്ടെ അല്ലേ? കുഴപ്പമില്ലായിരുന്നു നിങ്ങൾക്ക് ആർക്കും? ഇന്നിപ്പം ഞാൻ കരയുന്നുണ്ട്, നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വേറെ പ്രാർത്ഥനകളിലോട്ട് കടക്കാനുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജിത്സിയാണ് ആദ്യം കിടക്കുന്ന. പറഞ്ഞു ജിത്സി. സിസ്റ്റർ അതെന്നൊക്കെ പറഞ്ഞതിന്റെ ഒരു ബാക്കി തന്നെയാണ് സിസ്റ്റർ പറഞ്ഞത്. ഈശോ എന്താ പറയാ, ഈശോയ്ക്ക് പോലും തോന്നിയ ആ ഒരു ഇത്, ആ വാക്കിപ്പോ ഫ്രസ്ട്രേഷൻ എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മള് എല്ലാ പ്രതീക്ഷയും തീരുമ്പോ നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു തോട്ടാണ്. അപ്പൊ എനിക്കും അതുപോലെ തന്നെ തോന്നിയിട്ടുണ്ട്. എത്ര പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല, നമ്മളുടെ പ്രാർത്ഥനകളൊന്നും ഒരിക്കലും കേൾക്കാൻ പോകുന്നില്ല, അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് എല്ലാവരുടെ മനസ്സിലും. ഡെസ്പറേഷൻ നല്ല നെഗറ്റീവ് തോട്ട്സ് എന്നാണ് കറക്ഷൻ എനിക്കും പറയാനുള്ളത്. അപ്പൊ അങ്ങനെ കിട്ടിയുള്ളൂ. അതാണ് അതിന്റെ പ്രോപ്പർ വേർഡ്. പറഞ്ഞോളൂ. അത് എല്ലാവർക്കും വരും എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. എനിക്ക് വരാറുണ്ട്, എപ്പോഴും വരാറുണ്ട്. പക്ഷെ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കാരണം അതിനൊരു ഉദാഹരണം, ഈ ഒന്നാമത്തെ ഉദാഹരണം ഈശോ തന്നെയാണ്. പിന്നെ ഇതുപോലെ ഇപ്പൊ പറഞ്ഞ എല്ലാ പ്രവാചകന്മാരുടെയും അവസ്ഥയിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ ഓവർകം ചെയ്ത് അതിന്റെ മറുകര കണ്ടു. പിന്നെ ഒരാള് കാക്ക കൊണ്ട് തീറ്റേണ്ട അവസ്ഥയുണ്ടായി, വെള്ളവും കുന്തവും ഇല്ലാഞ്ഞിട്ട് ഓടിപ്പാഞ്ഞു പോകേണ്ടി വന്നില്ലേ? ഹല്ലേലൂയ. അവരൊക്കെ ദൈവമഹത്വം ദർശിക്കുകയും ചെയ്തവരാണ്. അതെ 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 അതെ. സെറാഫാത്തില് കൊണ്ടുവന്നിട്ട് കാക്കനെ തയ്യാറാക്കി, വെള്ളം വിട്ടുപോയിട്ട് അന്നേരം അവിടുന്ന് പോയി, ഉറവ പറ്റിപ്പോയി. അവരെല്ലാം കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതാണ്. അപ്പൊ അത് നമ്മൾ എന്താണ്, നമുക്കത് മറികടക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മള് എന്താ വിശ്വാസത്തില് എന്താ അടിയുറച്ച് നിൽക്കുക, ഈശോയുടെ കൈ മുറുകെ പിടിക്കുക. നമുക്ക് ആ ഇത് എന്താ കടല് കടക്കണമെങ്കിൽ ഈശോയുടെ കൈ പിടിച്ചാലേ നമുക്ക് പറ്റുള്ളൂ. നമ്മളെല്ലാം മനസ്സിലാക്കാൻ നമ്മളെല്ലാവരും വീണുപോകും. പക്ഷെ ഈശോയുടെ കൈ നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര നിരാശപ്പെട്ടാലും ഈശോ നമ്മുടെ കയ്യിലും. അതെ, വീഴാതെ എന്നെയും നിലനിർത്തിയ ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ആമേൻ, ആമേൻ. പറഞ്ഞു ജിത്സി, പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനു വേണ്ടിയാണ് നമുക്കെല്ലാം, എന്ന് വെച്ചാൽ മറ്റുള്ളവരിലും ഈ ദൈവമഹത്വം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയായിരിക്കും. അതുപോലെ സിസ്റ്ററിനെ പോലെ അനോയിന്റഡ് ആയിട്ടുള്ള ആളുകളുടെ ജീവിതത്തില് വന്നിട്ടുള്ള ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും അവരൊക്കെ എങ്ങനെ തരണം ചെയ്തു, എത്രമാത്രം സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടും എങ്ങനെയാണ് ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി മുന്നോട്ട്, അതായത് ഫോക്കസ് എപ്പോഴും അവിടെ ആയിരിക്കും എന്നുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ദൈവമഹത്വം ദർശിക്കാൻ പറ്റുന്നത് എന്നുള്ളതിന്റെ
ഒരു ഉദാഹരണം ലോകത്തിന് കൊടുക്കാനായിരിക്കും ഇങ്ങനെയുള്ള അനോയിന്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത്തരം അനുഭവങ്ങൾ കൊടുക്കുന്നത്. ഒരുപാട് വിശുദ്ധരുടെ ജീവിതം നമ്മുടെ നോക്കുമ്പോൾ അവരുടെ ഒക്കെ ജീവിതത്തിൽ ഇങ്ങനത്തെ പിന്നെ അമ്മ ത്രേസ്യയുടെ പുറകിലല്ലേ എന്തുമാത്രം പിശാചുക്കളാ ഉണ്ടായിരുന്നത്. അവര് കുരിശ് മാനം വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ ചെറുത്തു നിന്നെന്ന് പറയുന്നുണ്ട്. അവരുടെ അത്ര ഏതായാലും ജോസ്ഫിനെ വരില്ലല്ലോ. അപ്പൊ ദൈവം നമ്മളെ പാകപ്പെടുത്തുകയാണ്, എന്തിനെയോ ചിലതിന് വേണ്ടിയിട്ട് നമ്മളെ പാകപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ അറിയുന്നില്ല ദൈവത്തിന്റെ പ്ലാൻ എന്താന്ന് അറിയണില്ല. അവര് ചോദിച്ചാലോട്ട് പറയാനും പോകുന്നില്ല. അത് ചോദിക്കണ്ട, നീ ഓരോ ദിവസം ടേക്ക് വൺ ഡേ അറ്റ് എ ടൈം. അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ അല്ലേ, വൺ ഡേ അറ്റ് എ ടൈം ലോർഡ് ജീസസ്. മറന്നുപോയി. Yesterday is gone, Lord Jesus, and tomorrow may never come. Teach me the way, blah blah blah. മറന്നുപോയി, കുറെ നാളായി പാട്ടൊന്നും ഇല്ല. അല്ലെങ്കിൽ പാട്ടല്ല എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി. മറ്റേത് ബാത്റൂമിൽ കയറിയാലും കുളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും പാടുന്നൊരു, കുക്കിങ്ങിന് ആണേലും പാടുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പൊ എല്ലാം പോയി, പാട്ട് പോയി എൻ്റെ വായിന്ന്, എൻ്റെ മനസ്സിൽ. ഹല്ലേലൂയ. One day at a time. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു അത്. പ്രൈസ് ദി ലോർഡ്. പണ്ടൊക്കെ പാടിയിരുന്നു. ഹല്ലേലൂയ. ജിപ്സി, അതൊരു നല്ല ഷെയറിങ് തന്നെയായിരുന്നു. സോഫി ഹൗസേപ്പെ മിണ്ടാണ്ടിരിക്കണ്ട, പറഞ്ഞോ വല്ലതൊക്കെ. സോഫി, ഞാനും അലയും നിങ്ങൾ ചിലരും ഒക്കെ ഇതേ തോണിയിൽ തന്നെ തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന കക്ഷികളാണ്. പറഞ്ഞോ. അഗ്നിപരീക്ഷണങ്ങൾ കുറെ ഉണ്ടാവും ജീവിതത്തില്. പക്ഷെ അതിനൊക്കെ തരണം ചെയ്യാനുള്ള ശക്തിയാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് വേണ്ടത്. പക്ഷെ നമ്മുടെ ബൈബിളിൽ പറഞ്ഞ പോലെ പ്രവാചകന്മാരും ഇങ്ങനെയുള്ള പല പരീക്ഷണങ്ങളെയും കടന്നു പോയിട്ടുള്ളതാണ്. പക്ഷെ അപ്പോഴും വിഷമിക്കുമ്പോൾ അവരും പറഞ്ഞ പോലെ എണ്ണിപ്പറക്കലൊക്കെ അവരും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കും ചെയ്യാം. ഈശോ പറഞ്ഞില്ല അവസാനം ദൈവപാനം ഇത് പറഞ്ഞില്ലേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ജീവിതത്തിലെ കാറ്റും കോളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിനെയൊക്കെ ശാന്തമാക്കി ഈശോ നമ്മുടെ കൈപിടിച്ചിരിക്കണം. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മളെ കൊണ്ടുവരും. സഹനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊക്കെ സഹിച്ച് ഈശോ സഹിച്ച പോലെ തന്നെ നമുക്ക് സഹിക്കാനും, പിന്നെ പല വലിയ സങ്കടങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ലല്ലോ, എണ്ണി പറക്കാത്ത ആൾക്കാരും ഇല്ല. സങ്കടം വരുമ്പോ നമ്മൾ പലതും വിളിച്ചു പറയും. സങ്കടം വരുമ്പം പദം പറക്കുന്നത് നമ്മുടെ സ്വഭാവമാണ്. പിന്നെ പെണ്ണുങ്ങളാണല്ലോ നമ്മള്. ഈ ആണുങ്ങൾ ഇങ്ങനെ കരഞ്ഞെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പറയണ്ട. ഫ്രൈലിറ്റി ദൈ നെയിം ഈസ് വുമൺ എന്ന് പറഞ്ഞ ഒരു കക്ഷിയുണ്ട് ഇവിടെ. ഓക്കെ, ശാന്തരായിരുന്നാ മതി പറഞ്ഞേക്കണേ. നമ്മള് അത് തന്നെ. ആലയില് ഇരുമ്പ് കത്തുന്ന അത് തന്നെ ഇടുക്കി കേൾക്കണ പോലെ തന്നെയാണ് നമ്മൾ അഗ്നിയില് ശോധന ചെയ്യാണ്. അതിന് നമ്മളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് നമ്മളെ ദൈവമാസത്തിലേക്ക് കൊണ്ടുപോകാനാണ്. അങ്ങനെ ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞ വാക്ക് എനിക്ക് ബോധിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതാണ്, നമ്മള് പദം പെറുക്കാതിരിക്കത്തില്ല. പദം പെറുക്കുന്നത് നമ്മുടെ സ്വഭാവം കൂടെയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓക്കെ, അല്ലേ പറഞ്ഞു. എന്തോ പറ. എല്ലാവരും വിശുദ്ധരായവരും ഒക്കെ പ്രവാചകന്മാരും വിശുദ്ധരായവരും ഈശോ പോലും ഇങ്ങനെ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നുപോയി. സഹനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൂടെ എല്ലാം കടന്നു പോയിട്ടാണ് അവസാനം മഹത്വത്തിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ സഹനങ്ങൾ വരും. ജീവിതത്തിൽ സഹിക്കാതെ വരുമ്പോൾ നമ്മളിങ്ങനെ പരാതി പറയും, ഈശോയെ മടുത്തു, ഇതെന്താ ഇങ്ങനെ ഇത്ര പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താണ് ഇങ്ങനെ. നമ്മൾ അവസാനം നമ്മുടെ സഹിയിട്ട് കഴിയുമ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു പറയുന്ന ചോദിക്കുന്നതൊക്കെ. പക്ഷെ ഇതൊക്കെ കഴിയുമ്പം ഒരു വലിയൊരു മഹത്വമുണ്ട്. അവരെയൊക്കെ നോക്കി അങ്ങനെ വരുന്നു അന്നേരം തോന്നില്ല. പക്ഷെ ആ സമയത്ത് നമ്മൾ വരാനിരിക്കുന്ന മഹത്വത്തെ മുന്നിൽ കാണുകയാണെങ്കിൽ ഇപ്പോൾ സഹിക്കുന്ന സഹനങ്ങള് അതിനോട് തുലനം ചെയ്യാനൊന്നുമില്ല. അതൊക്കെ നിസ്സാരങ്ങളാണ്. അതാണ് കഥ. അതാണ്. അപ്പൊ അതുപോലെ സ്ത്രീത്വം ദൈവകരുണയാണ്. ഒത്തിരി ആത്മാക്കളെയൊക്കെ നിന്നു. അത് ചിലർക്കൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവരതിന്റെ ഓരോന്ന് ചെയ്യുന്നു. പല സഹനം അതുപോലെ സഹനങ്ങൾ ഒത്തിരി വരുന്നു. പക്ഷെ ഇനി ഒരു വലിയൊരു മഹത്വം അത് തന്നെ സംഭവിക്കും. എല്ലാത്തിനും സമയമുണ്ടല്ലോ. ആ സമയത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതില് സാക്ഷികളായാലും ഞങ്ങൾക്കൊരു ഭാഗ്യം കിട്ടി. അത് വേറെ വലിയൊരു ഭാഗ്യം.
പ്രൈസ് ദ ലോർഡ്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ആരെയും ദൈവം ഉപേക്ഷിക്കില്ല. പക്ഷെ ആ സമയം, ദൈവത്തിന്റെ സമയം ഉണ്ട്. ആ സമയത്ത് നടക്കുള്ളൂ. നമ്മുടെ സമയത്ത് നടക്കും. നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. നമുക്ക് ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കാം. അതിന്റെ ഈ മഹത്വം അത് നമ്മൾ കാണും. നമ്മളെല്ലാരും കൂടെ അതിൽ സന്തോഷിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തും. പ്രൈസ് ദ ലോർഡ്. അതൊരു വിശ്വാസത്തിന്റെ പ്രവചനമാണ് ആ പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പം നമ്മള് ഇപ്പൊ ഈ സഹിക്കുന്ന സഹനങ്ങൾക്കെല്ലാം തുലനം ചെയ്യാനായിട്ട് ആ ദൈവമഹത്വം ആയിട്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ദൈവം സഹിച്ച് ദൈവപുത്രൻ ഇതുമാതിരി ഒരു ഫീലിംഗ് ഉണ്ടായെങ്കിൽ മനുഷ്യരായിട്ടുള്ള നമുക്ക് വെറും പൊടിയായി തീരാനുള്ള നമ്മള് ഈശോയുടെ ശരീരം അഴുകില്ല എന്ന് പറഞ്ഞാൽ അത് അഴുകൽ കണ്ടില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആലെ പറയുന്നത് എനിക്ക് നെടുവേർപ്പെടാനൊക്കെ ഉള്ള അവകാശം ഉണ്ടെന്നാ അല്ലേ? തീർച്ചയായിട്ടും മനുഷ്യരല്ലേ. ദൈവത്തിന്റെ ഈശോ പോലും അങ്ങനെ ഇതാക്കി. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അവകാശമുണ്ട്. അപ്പൊ ലാലി മാത്തച്ഛൻ പറഞ്ഞത് വലിയ കുഴപ്പമില്ല. ലാലി പറഞ്ഞ ഇന്നലെ രാവിലെ എന്നോട് പറഞ്ഞ പുള്ളിയാണോ ഈ ടോക്ക് ഇട്ടതെന്ന്. എന്നുവെച്ചാ ഇൻക്രെഡുലസ് ആയിട്ടാണ് അവരത് ഒരു വാക്കും പറഞ്ഞില്ല. ഇങ്ങനെ അത് കേട്ടപ്പോ ഇങ്ങനെ തോന്നിപ്പോയെന്ന്. അവരങ്ങനെ തോന്നിയതിൽ ഒരു കുഴപ്പമില്ല. മനസ്സിലായല്ലോ? ഇല്ല, അത് തന്നെയാണ് ഇന്ന് സംഭവിക്കുന്നത്. പകല് കാണുന്ന സംസാരിക്കുന്ന സിസ്റ്റർമാർ രാത്രി മിഡ്നൈറ്റ് പ്രയറിൽ വരുമ്പം അതിപ്പം എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. സോഫിക്കൊക്കെ അറിയാം. പകല് സംസാരിക്കുന്ന ആളെ അല്ല. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പം പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിസ്റ്റർ വേറെ ഒരു ഇതിലാണ്. അത് കാരണം എന്താന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, പോസ്റ്ററിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ടോക്കുകളെല്ലാം ദൈവം രൂപപ്പെടുത്തി എടുക്കുന്നത്. എൻ്റെ വായും കൊണ്ട് ഞാൻ ഇവിടെ കയറി കഴിയുമ്പം എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ഇന്ന് രാവിലെ ഒരു മണിക്കൂർ മുന്നേ തുടങ്ങിയപ്പോൾ ഉള്ള പറച്ചിലല്ലായിരുന്നല്ലോ, പിന്നെ കയറി വന്നതാണോ? അല്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാവൻ ലാലി. അത് ഞാനിപ്പോ ചാടും, എനിക്കിനി ജീവിക്കണ്ട. അത് കേട്ടിട്ട് അത് പേടിച്ചു പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുജ, ചങ്ങായി വല്ലതും പറയണ്ടോ? അതെ, അതാ സാക്ഷി ഇവിടെ കേട്ടു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു. മോന് പരീക്ഷ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ റിസൾട്ട് രാവിലെ നമ്മുടെ ഇവിടുത്തെ സമയം 5 മണിക്ക് എനിക്ക് ഫോണിൽ മെസ്സേജ് വന്നു. മമ്മി ക്ലാസ് 2 വിഷയത്തിന് 7 കിട്ടി, ബാക്കി 2 6.5 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അല്ല 6.5 കിട്ടിയാ പോരെ, അതോ 7 ടോട്ടലി വേണോ? മൊത്തം എല്ലാത്തിനും 7 വേണം. അത് ശരി. അപ്പൊ 2 7 കിട്ടി. അപ്പൊ പരീക്ഷ ഭയങ്കര പാടായിരുന്നു പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ബാക്കി ദൈവത്തെയും വിട്ടുകൊടുക്കും പോലെയെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അവനും പറഞ്ഞു ശരി മമ്മി, ബാക്കി ദൈവം എന്താണെന്ന് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇന്നൊരു റിസൾട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, ഒത്തിരി ഒരുങ്ങിയതായിരുന്നല്ലോ. ഞങ്ങളും പ്രാർത്ഥിച്ചായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു എല്ലാവരും പ്രാർത്ഥിച്ചാണ്. ഇപ്പൊ ദൈവത്തിന്റെ പ്രവർത്തി. അപ്പൊ ഞാൻ ആദ്യം കേട്ട് പോയി ചെറിയ വിഷമത. പിന്നെ ഞാൻ പറഞ്ഞു ദൈവം നന്ദി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സാരമില്ല ഇനി. അപ്പം പറഞ്ഞു മമ്മി ഒന്നും കൂടെ എഴുതാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഒന്നും കൂടെ എഴുതും. അപ്പം ദൈവം അതിനെ ഇനിയത്തെ പ്രാവശ്യം ശരിയായിക്കോളും. ഗ്ലാഡിസിന്റെ സ്റ്റീഫന്റെ കാര്യം അങ്ങനെ തന്നെ പറഞ്ഞു. പേരക്കുട്ടിയുടെ കാര്യം അങ്ങനെ തന്നെ പറഞ്ഞു. എൻ്റെ പേരമ്മ ഒരു ഭാഷ പറയാറുണ്ട്. ആള് മരിച്ചു പോയതാണ്. അപ്പൊ എൻ്റെ പേരമ്മ പറയാൻ, ഒരു തല ചവിട്ടി താക്കുമ്പം വേറെ 9 എഴുന്നേറ്റ് എൻ്റെ നേരെ നിൽക്കും. ഒരു പ്രശ്നം എൻ്റെ വീട്ടിലെ കാര്യമാണ് പറഞ്ഞത്. ഒരെണ്ണം കണ്ട് അത് ഞാനെല്ലാം അങ്ങനെ ആക്കി വന്ന ഒന്ന് സമാധാനം ചെയ്യുമ്പോൾ ദേവൻ എൻ്റെ അടുത്ത സാധനം എന്നെ നോക്കിക്കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഗ്ലാഡിസ് പറഞ്ഞു. പിന്നെ പ്രവാചകന്മാരൊക്കെ ഈശോയെ നന്നായിട്ട് മനസ്സിലാക്കിയതാണ്. ഈശോയുടെ കരുണയുടെ ഒരു ഭാഗവും എല്ലാ കാര്യവും. എനിക്കെപ്പോ ഭയങ്കര ചിരിയൊരു യോന പ്രവാചകന്റെ കാര്യം. യോന പ്രവാചകൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാഗമാണ് യോന പ്രവാചകൻ. നിന്നെ എനിക്കറിയാം, കുറച്ച് കഴിഞ്ഞിട്ട് നീ തിരിച്ചു പറയുന്നു. അതാണ് അയ്യോ പത്തോന്ന് പറയുമ്പോ നീ ഇതൊക്കെ പറയുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. പണ്ടേ നിന്റെ സ്വഭാവം എനിക്കറിയാം. ദേഷ്യപ്പെടുന്നുണ്ട്. എലീശ പ്രവാചകന് എന്റെ ജീവൻ നിന്റെ ദൃഷ്ടിയിൽ വിലപ്പെട്ടതായിരിക്കട്ടെ എന്ന് പറഞ്ഞ പ്രാർത്ഥന ഭയങ്കര ഒരു പവർഫുൾ പ്രാർത്ഥനയായിരിക്കും. പിന്നെ ശരിക്കും ഈശോ തന്നെ മാനുഷിക സ്വഭാവത്തില് ഈ പാനപാത്രം കഴിയുമെങ്കിൽ എന്നിൽ നിന്ന് അകറ്റണമേ. ഈശോ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു എന്നാ പറയണേ. അപ്പൊ മാനുഷികമായിട്ടുള്ള എല്ലാ ഫീലിംഗും ദൈവത്തിനും ഉണ്ടായിരുന്നു, ഈശോയ്ക്കും ഉണ്ടായിരുന്നു.
അതെ, പിന്നെ പറഞ്ഞു നമ്മളെ അക്കണക്കിന് നമ്മളൊക്കെ നമ്മള് ഓൾറെഡി മനുഷ്യരായി തന്നെ ഇരിക്കുന്ന ആളാ. പിന്നെ ശരിക്കും പിറുപിറുക്കരുതെന്നാണ് പറയുന്നത്. അതിന്റെ കൃപ, ആദ്യം സഹനത്തിന്റെ കൃപ നഷ്ടപ്പെട്ടു പോകും പിറുപിറുക്കാൻ നിന്ന. അതെ അതെ അതെ, ആ പിറുപിറുക്കരുത്. ആ പിന്നെ ഈശോ പറയുന്നത് എന്തുകൊണ്ട് എന്നെ നീ ഉപേക്ഷിച്ചു കൈവിട്ടു ആ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോ നമ്മൾ അതിന്റെ ഇരട്ടി അത് തന്നെ. ആ അപ്പൊ ഗ്ലാഡിസിന്റെ ഇതനുസരിച്ചിട്ട് ജോസ്മിനെ ഇനിയും കുറച്ച് മോങ്ങാനിരുന്നാലും കുഴപ്പമില്ല എന്നാണ് അല്ലേ? ഇച്ചിരി കൂടെ മോങ്ങിക്കും. നമ്മുടെ സഹനം എല്ലാം കർത്താവിന്റെ കുരിശോട് ചേർത്ത് വെക്കണം എന്ന് വലിയ വലിയ പുണ്യന്മാരും പിന്നെ ജോൺ ഓഫ് ദ ക്രോസ് അവരൊക്കെ ഇത് തന്നെയാണല്ലോ പറയണത്. അല്ല അവിടേക്ക് പോണ്ട, എന്റെ ഫൗസീനാമ്മയുടെ കാര്യം എടുത്തുവെച്ചാ മതി. ആ ഫൗസീനാമ്മ ഒന്നും വേണ്ട. ഫൗസീനാമ്മയും ചില ജീവിതാനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും പുള്ളി എപ്പോഴും ആ ഒരു കോൺസെൻട്രേഷൻ ഇടത്തോട്ടും വലത്തോട്ടും പോയിട്ടില്ല. ആ ഈശോയുടെ പിന്നെ ഈശോ മാത്രമേ സഹായിക്കാനുള്ളായിരുന്നു. കൂട്ടത്തിലുള്ള സിസ്റ്റേഴ്സ് എന്തെല്ലാമാ പറഞ്ഞേ, ഓ ഈശോ വരാൻ കണ്ട ഒരാളെ കുമ്പസാരക്കാരൻ പിന്നെ സൊപ്പോസ്കോ അച്ഛനല്ലേ പറഞ്ഞത്. ഇതിങ്ങനെ ഈ ചെറിയ പെൺപിള്ളേരൊക്കെ കോൺവെന്റ് ചേരുമ്പോ ഇങ്ങനത്തെ ഹാലൂസിനേഷനൊക്കെ ഉണ്ടാകും. എന്നിട്ട് അത് അവരുടെ സുപ്പീരിയറിന്റെ ഒരിക്കൽ പറഞ്ഞായിരുന്നു, ഈ കന്യാസ്ത്രീ എൻ്റെ ഒരിക്കൽ കുമ്പസാരിക്കാൻ വരുമ്പോ ഫൗസീനാമ്മ വരുമ്പോ എനിക്ക് ആ കൂടെ പേടിയാണ്. അപ്പൊ അവിടെ വന്നിട്ട് പറയും, ഈശോ വന്നു എന്നോട് അത് പറഞ്ഞു, അച്ഛന്റെ കാര്യം പറഞ്ഞു, എനിക്കൊരു സ്പിരിച്വൽ ഡയറക്ടറെ തരുമെന്ന് പറഞ്ഞു. 1 വർഷം മുന്നേ ഫാദറിനെ പിന്നെ അല്ല സൊപ്പോസ്കോ അല്ല അന്ത്രാസ് അച്ഛന്റെ കാര്യമാണ് പറഞ്ഞത്. അന്നേരം എന്നിട്ട് ഫൗസീനാമ്മ പുള്ളി പ്രാർത്ഥിക്കുന്ന, ഈശോയെ ആത്മാക്കളുടെ അന്തരംഗങ്ങളെ മനസ്സിലാക്കാൻ കഴിവുള്ള പുരോഹിതന്മാരെ കുമ്പസാരിപ്പിക്കാൻ കിട്ടണേ. അപ്പൊ അച്ഛന്മാർക്ക് അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ, ആത്മാക്കളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പോരാ ഈശോനെ കണ്ടു, അത് കണ്ടു. ഇങ്ങനെ ഈ കൊച്ചു പിള്ളേരൊക്കെ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെയൊക്കെയുള്ള ഭ്രാന്തൊക്കെ വിളിച്ചു പറയാം, അതൊന്നും കാര്യമാക്കണ്ട. ഇനി ഈശോ വരുമ്പം അച്ഛൻ ഓർഡർ ഇട്ടു, ഇനി ഈശോ വരുമ്പോ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് ഫൗസീനാമ്മ പറയുന്നത്. ഫൗസീനാമ്മ പറഞ്ഞു, ഇനിയിപ്പോ ഈശോ വരുമ്പോ ഞാൻ എന്ത് പറയണമെന്ന് ഈ അച്ഛൻ്റെ ഒരിക്കൽ ചോദിക്കുക, ആന്ത്രാസിന്റെ ഒരിക്കൽ. അപ്പം അച്ഛൻ പറയാണ്, ഞാൻ ഓർഡർ ഇട്ടിട്ടുണ്ട്, നീ വരണ്ടെന്ന്. അടുത്ത പ്രാവശ്യം ഫൗസീനാമ്മയുടെ ഒരിക്കൽ ഈശോ വരികയാണ്. വരുമ്പം ചോദിക്കും, അതെ ഈശോയെ എനിക്ക് നിന്നോട് മിണ്ടാൻ പറ്റത്തില്ല, നീ പൊയ്ക്കോ. അതെന്താണ് ഫൗസീന അങ്ങനെ? അപ്പത്തേക്കാ പറയണത്, അതെനിക്ക് ഓർഡർ ഉണ്ട്. ആരുടെ? അച്ഛൻ്റെ ഒരിക്കൽ. അപ്പൊ ഈശോ പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞു, ഇനി ഞാനും അച്ഛനും കൂടെ ഡീൽ ചെയ്തതിന്റെ ശേഷം നിന്നെ കാണാൻ ഞാൻ വരുന്നുള്ളൂ. എങ്ങനെ ഇരിക്കുന്ന കഥ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹനത്തിന്റെ ഫൗസീനാമ്മയുടെ ഒരിക്കൽ എത്ര പ്രാവശ്യം അവരുടെ നെഞ്ചിന്റെ അത്രയും പൊക്കമുള്ള ചെന്നായ്ക്കുട്ടികളാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത് ഒരു ദിവസം കോറിഡോറിൽ കൂടെ. പിന്നെ ഒരു ദിവസം ഒരു പൂച്ച ജനലിനകത്ത് കൂടെ പിന്നെ വന്നായിരുന്നു മുൻവശത്തോട്ട്. പിന്നെ ചേർത്താൻ സാക്ഷാൽ വന്നായിരുന്നു. പിന്നെ ശുദ്ധീകരണ സ്ഥലത്തിൽ മരിച്ചുപോയ അവര് തന്നെ നേരിട്ട് അറിയാവുന്ന ഒരു കന്യാസ്ത്രീ വന്നായിരുന്നു. അങ്ങനെ കുറെ കഥകളൊക്കെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ സാക്ഷാൽ ലൂസിഫറാണ് എന്നെ കാണാൻ വന്നത്, പാവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ കഴിയുമ്പോ രൂപാന്തരപ്പെടുത്തി കുളിപ്പിച്ച് കുഞ്ഞിനുണ്ടാവുന്നു. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം, നടാനൊരു സമയം എല്ലാത്തിനും വചനം തന്നെ അറിയുന്നുണ്ട്, ഫലം എടുക്കാനൊരു ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. അത് ഞാൻ എപ്പോഴും എനിക്ക് ഇഷ്ടം പോലെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു അത്. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്, ബി സ്റ്റിൽ. ഇത് ഇടയ്ക്ക് ഞാനൊന്ന് പാടിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ട് തന്നെയാണ്. ഹല്ലേലൂയ. പ്രിയമക്കളെ, അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് എൻ്റെ സഹനം നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹനം ഈശോയ്ക്ക് കൊടുക്കാം. നിങ്ങളുടെ മക്കളാകാം, നിങ്ങളുടെ ഭർത്താവാകാം, നിങ്ങളുടെ ഭാര്യയാകാം, നിങ്ങളുടെ ജോബാകാം, നിങ്ങളുടെ ബിസിനസ് ആകാം, അങ്ങനെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമുക്ക് ദൈവത്തിന് ഇപ്പോൾ സമർപ്പിക്കാം. ഒരു മിനിറ്റ്, ഗ്ലാഡിസ് ഒന്ന് ഓക്കെ പറഞ്ഞോളൂ. ദർശനം കിട്ടിയത് ആരാണ്? ജിത്സിയാണോ? പറഞ്ഞോ. അതും ചൊല്ലിയില്ല. എൻ്റെ ദൈവമേ, ഈശോ മിശിഹാ. ഞാൻ വിചാരിച്ചു വിശുദ്ധ മിഖായേലിനെ ജിത്സി കണ്ടു എന്നാ പറയാൻ പോകുന്നത്. കാണട്ടെ അങ്ങനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മിഖായേലിന്റെ പ്രാർത്ഥന അല്ലേ?
ഹല്ലിയ 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 ഹല്ലിയ. കിട്ടി. വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന. സർവശക്തനായ ദൈവത്തിന്റെ ധൈര്യശാലിയായ യോദ്ധാവും അവിടുത്തെ മഹത്വത്തിനായി അത്യന്തമായ സ്നേഹത്താൽ ജ്വലിക്കുന്നവനും ദുഷിച്ച ദൂതന്മാരെ ഭീതിപ്പെടുത്തുന്നവനും നീതിമാന്മാരെ സ്നേഹിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നവനുമായ എൻ്റെ പ്രിയപ്പെട്ട മുഖ്യ ദൂതനായ വിശുദ്ധ മിഖായേലെ, അങ്ങേ വിശ്വസ സേവകരിൽ ഒരാളായി കണക്കാക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ എന്നെ തന്നെ അങ്ങേക്കായി സമർപ്പിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിനായി ഞാൻ എന്നെ പൂർണ്ണമായും ഏൽപ്പിക്കുന്നു. ഞാനൊരു പാപിയാണെങ്കിലും എൻ്റെ യോഗ്യത പരിഗണിക്കാതെ ഈ സമർപ്പണത്തിലുള്ള ഹൃദയപൂർവ്വമായ എൻ്റെ സ്നേഹത്തെ അങ്ങ് മനസ്സിലാക്കണമേ. ഇന്നു മുതൽ ഞാൻ അങ്ങയുടെ സംരക്ഷണത്തിലാണെന്നുള്ളത് അങ്ങ് ഓർത്തുകൊണ്ട് എൻ്റെ ജീവിതകാലം അത്രയും അങ്ങ് എനിക്ക് സഹായമായിരിക്കണമേ. എൻ്റെ നിരവധി ഗുരുതരമായ പാപങ്ങൾക്കും തെറ്റുകൾക്കും ക്ഷമ ലഭിക്കുവാനും എൻ്റെ ദൈവത്തെ മുഴുവൻ ഹൃദയത്തോടെ സ്നേഹിക്കാൻ എൻ്റെ കൃപ ലഭിക്കുവാനും എൻ്റെ രക്ഷകനായ പ്രിയ യേശുവിനെയും എൻ്റെ സ്നേഹമുള്ള അമ്മയെ മറിയത്തെയും അഗാധമായി സ്നേഹിക്കാൻ കഴിയുന്നതിനും എനിക്ക് നിത്യമഹത്വത്തിന്റെ കിരീടം നേടാനും ആവശ്യമായ സകല സഹായവും അങ്ങ് നൽകണമേ. എൻ്റെ ആത്മീയ ശത്രുക്കളിൽ നിന്നും പ്രത്യേകമായി എൻ്റെ അന്ത്യനിമിഷങ്ങളിൽ എന്നെ അങ്ങ് കരുണയോടെ കാത്തുകൊള്ളണമേ. വിശുദ്ധനായ പ്രഭുവെ, എൻ്റെ അവസാന പോരാട്ടത്തിൽ എനിക്ക് സഹായിയായി വരണമേ. അങ്ങയുടെ ശക്തിയുള്ള ആയുധം കൊണ്ട് ഒരു കാലത്ത് സ്വർഗീയ യുദ്ധത്തിൽ അങ്ങ് തോൽപ്പിച്ച അഹങ്കാരിയും വഞ്ചകനുമായ ദൂതനെ നരകത്തിലെ ആഴങ്ങളിലേക്ക് അങ്ങ് ചവിട്ടിത്താഴ്ത്തണമേ. സ്വർഗീയ സിംഹാസനത്തിലേക്ക് എന്നെ അങ്ങ് നയിക്കണമേ. മുഖ്യദൂതനായ അങ്ങയോടും മറ്റെല്ലാ ദൂതന്മാരോടും കൂടെ ഞാനും എന്നേക്കും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതിയും ബഹുമാനവും മഹത്വവും പാടാൻ അനുഗ്രഹിക്കണമേ. ആമേൻ 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 ആമേൻ. അപ്പൊ പറഞ്ഞോളൂ, ആരൊക്കെയാണുള്ളത്? സുജ പറഞ്ഞോളൂ, എന്തൊക്കെയാണ് കണ്ടത്? സ്ഥലമാന്റെ നാമത്തിൽ ആമേൻ. ഇന്ന് ഈശോയുടെ തിരുകൃപയെ ഇതാണ് കണ്ടത്. നേരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് നമ്മളോട് ഇങ്ങനെ പറയുകയാണ് ഇങ്ങനെ, നിങ്ങളുടെ പാവം എത്ര കടും ചുവപ്പുള്ളതാണെങ്കിലും ഞാൻ അത് വെണ്മയുള്ളതാക്കി തീർക്കും, മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി തീർക്കും. അപ്പൊ നിങ്ങളുടെ ആവശ്യം എന്ത് വേണേലും എന്നോട് പറയാൻ പറഞ്ഞോണ്ട് ഈശോ ഇങ്ങനെ കൈ നീട്ടി പിടിച്ച് നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. പ്രൈസ് ദി ലോർഡ്. അത് തിരുഹൃദയം എന്ന് കാണുന്നതിൽ തെറ്റില്ല. കാരണം ഇത് ഈ വർഷത്തിന്റെ അവസാനത്തെ ഒന്നാം വെള്ളിയാണ്. 5-ാം തീയതി, നിങ്ങൾക്കിപ്പോൾ 6-ാം തീയതി ആയിട്ടുണ്ട്. 5-ാം തീയതി ഒന്നാം വെള്ളി ഡിസംബറാണ്. അപ്പോൾ ഇത് അവസാനത്തെ ദിവസമാണ്. അപ്പോൾ തിരുഹൃദയം നമ്മൾക്ക് ഒരു ഇൻവിറ്റേഷൻ ആണ് തരുന്നത്, ദൈവത്തിൽ ആശ്രയിക്കാനും ആ തിരുഹൃദയത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിനും വേണ്ടിയിട്ട്. പ്രൈസ് ദി ലോർഡ്. വേറെ പിന്നെ വിശുദ്ധ പരിശുദ്ധ ബെത്ലഹേമിലകത്ത് ആ കാലത്ത് ഉണ്ണീശോനെ കിടത്തിയേക്കുന്നതും പിന്നെ കുറെ പൂജരാജാക്കന്മാര് അങ്ങനെ മാലാഖമാരും കൂടി നിൽക്കുന്നതായിട്ട് പിന്നെ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇപ്പം നമ്മൾ ക്രിസ്മസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഉണ്ണീശോയുടെ സൗഹൃദങ്ങളെല്ലാവരും തന്നെ ഗ്രൂപ്പിൽ എടുത്തിടുന്നുണ്ടല്ലോ. അപ്പൊ അത് അവരതില് പ്രസാദിച്ചിരിക്കുന്നു. ഉണ്ണിയും മാതാപിതാക്കളും അമ്മയും ഔസേപ്പും എല്ലാം നമ്മളുടെ പ്രാർത്ഥനയില് എന്താണ്, അവർക്ക് അതിൽ സന്തോഷം ഉണ്ടെന്ന് നമ്മളെ അറിയിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ. പിന്നെ വിശുദ്ധ യുഫ്രേസ്യമ്മ. ഓക്കെ. അത് അവര് രണ്ടുപേരും മാറി മാറി വരും. എഫ്രാസ്യമ്മയും അതുപോലെ തന്നെ സിസ്റ്റർ അൽഫോൺസയും. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള മദർ തെരേസ. ഇവരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. നമുക്കത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അവരുമൊക്കെ സഹനത്തിൽ കൂടെ കടന്നു പോയതാണ്. ഞാനെല്ലാം ഒന്നും എടുത്ത് പറയുന്നുണ്ടായില്ല ഇന്നത്തെ ദിവസം. പക്ഷെ പറഞ്ഞത് ധാരാളം മനസ്സിലാക്കുന്നവർക്ക് അത് മനസ്സിലാകും. നമ്മുടെ സഹനത്തിന്റെ പ്രത്യേകതയും നമ്മുടെ സഹനത്തിന്റെ ആഴവും നമ്മുടെ സഹനത്തിന് കർത്താവിന് അതിന്റെ പിന്നിലുള്ള പദ്ധതിയും കാര്യങ്ങളും എല്ലാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ. അപ്പൊ നമുക്ക് ആരെയാണ് തിരുഹൃദയ ഈശോയ്ക്ക് നന്ദി പറയാം, എഫ്രാസി അമ്മയ്ക്ക് നന്ദി പറയാം, പിന്നെ ഔസപിതാവിനും മാതാവിനും ഉണ്ണിക്കും നന്ദി പറയാം. ആമേൻ. അതുപോലെ തന്നെ മാലാഖമ വൃന്ദങ്ങള് അവിടെ പുൽക്കൂടിന് ചുറ്റും നിൽക്കുന്നത് അവരെ കണ്ടു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അവർക്കെല്ലാം നന്ദി പറയാം അല്ലെ. ആമേൻ. ഈശോയും മാതാവും ആദ്യം തന്നെ നല്ല സന്തോഷത്തോടെ നമ്മളുടെ ഗ്രൂപ്പിനെ ഏകദേശം നിൽക്കുന്നതാണ് കണ്ടത്. പ്രൈസ് ദി ലോർഡ്.
സിസ്റ്ററിന്റെ ടോക്കിന്റെ അത് ഒത്തിരി പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകമായിരുന്നത്. എല്ലാ ദിവസവും അഭിഷേകത്തോടെയാണ്, പക്ഷെ ഇന്നെന്തോ കുറച്ചുകൂടെ കൂടുതലുള്ളത് പോലെ അഭിഷേകം, ഒത്തിരി അഭിഷേകമുള്ള പോലെ ഒരു അനുഭവമായിരുന്നു. പിന്നെ ആരാധനയില് അരുളിക്കലിങ്ങനെ അത് എന്തൊരു അത്ഭുതം, അതേമേ അത് കാണും തോറും അത് ഇടയ്ക്ക് ചുമന്ന കളറും മഞ്ഞ കളറും ഒക്കെ വരുന്നുണ്ട്, ഫ്ലാഷ് ചുവന്ന കളറ്, മഞ്ഞ കളറ്, വയലറ്റ് കളറ്, ഇങ്ങനെ ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് വരികയാണ്. അതെ, ഫ്ലാഷ് ആയിട്ട് ഇടയ്ക്ക് ഫേസ് ഈശോയുടെ മുഖം പോലെ കാണും, പിന്നെ അതങ്ങ് ശരിക്കും മാറിപ്പോകുന്നോണ്ട് അത് കാണില്ല. പിന്നെ ഒത്തിരി ഹൃദയമാണ് പിന്നെ കൂടുതലായിട്ട് ഇങ്ങനെ. ഇന്ന് തിരുഹൃദയത്തിന്റെ ഇപ്പൊ പറഞ്ഞ കണക്ക് തന്നെ തിരുഹൃദയത്തിന്റെ ദിവസമാണല്ലോ ഇന്ന്. ലാസ്റ്റ് 1-ാം വെള്ളി ആയിരുന്നല്ലോ ഈ വർഷത്തിന്റെ 25-ന്റെ. പ്രൈസ് ദി ലോർഡ്. അന്നത്തെ ദിവസം ദൈവം ഇങ്ങനെ ഒരു അരുളിക്കയിലെ പ്രതിഭാസം അത്ഭുതം കാണിച്ചു തന്നു. അതിലെനിക്ക് ഏറ്റവും അത്ഭുതമായത് നമ്മൾ പറഞ്ഞ അഡോറേഷന് ആ അരുളിക്ക എടുത്തിടാന്ന് പറഞ്ഞ് ഞാൻ എടുത്തിട്ടപ്പോണ്ട് അതാ ഇംഗ്ലീഷിൽ വരുന്നു മുഴുവനും ട്രാൻസ്ലേറ്റഡ് ആയിട്ട്. എന്നിട്ട് അരുളിക്കാന്ന് അവരും പറയുന്നുണ്ട് കേട്ടോ. മോൺസ്ട്രൻസ് എന്നാണ് പറയേണ്ടത്, പക്ഷെ അത് ഇംഗ്ലീഷിൽ പറയാതെ അവര് അരളിക്കാന്ന് തന്നെ പറയുന്നുണ്ട്. അവർക്ക് എന്ത് മനസ്സിലാക്കിയിട്ടാണ് അരളിക്കാന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ. പ്രൈസ് ദി ലോർഡ്. എന്നാലും അത് പറയുന്നുണ്ട്, നമുക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ. വാട്ട് എവർ ഇറ്റ് ഈസ്. പറഞ്ഞ സമയത്ത് കുറെ ആത്മാക്കൾ സുഖത്തിലേക്ക് പോകുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. പിന്നെ കരുണയുടെ ഈശോയെ കണ്ടു. അത് കരുണക്കൊന്ത ചെല്ലിയ സമയത്ത്. അതുപോലെ വേളാങ്കണ്ണി മാതാവിനെ കണ്ടു. പിന്നെ സിസ്റ്ററിന്റെ റൂമില് വിശുദ്ധ മിഖായേൽ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു റെസ്റ്റ് ഇല്ലാതെ ഒരു വല്ലാത്ത ജോലിയാണ് വിശുദ്ധ മിഖായേലിനെ. ഞാൻ ഒത്തിരി നന്ദി ഉണ്ട് വിശുദ്ധ മിഖായേലിനോട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രാർത്ഥന ഇപ്പൊ തന്നെ ഇത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ, ഓഡിയോ കേൾക്കുന്നവരും അത് ഏറ്റു പറയുമെന്നുള്ള ഒരു ബോധ്യത്തിൽ ഞാൻ അത്രയും വിശുദ്ധ മിഖായേലിന് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുപോലെ മാതാവും മാലാഖ വൃന്ദങ്ങളും റൂമിലുണ്ട്. പിന്നെ വിശുദ്ധ ഫൗസ്റ്റീനാമയെ കണ്ടു. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത്രയേ കണ്ടിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. പരിശുദ്ധ ആത്മാവിന് നന്ദി പറയാം. കാരണം പരിശുദ്ധാത്മാവാണ് ഈ ഗ്രൂപ്പിൽ ഏറ്റവും അധികം നമ്മൾക്ക് സാന്നിധ്യം അറിയിക്കുന്നത്. അത് ദർശനങ്ങളും പ്രവചനങ്ങളും ഒക്കെ തരുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ നമുക്ക് അഭിഷേകം തരുന്നുണ്ട്. അതിനൊക്കെ നന്ദി പറയുകയാണ്. പിന്നെ തിരുഹൃദയ ഈശോയ്ക്ക് നന്ദി പറയുന്നു. പിന്നെ ആരാണ്? വിശുദ്ധ മിഖായേലിന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. വേളാങ്കണ്ണി മാതാവിന് നന്ദി പറയുന്നു. വിശുദ്ധ മിഖായേലിന് ഒത്തിരി നന്ദി പറയുന്നു. വെറുതെ ഇവിടെ അടങ്ങിയിരിക്കുകയല്ലല്ലോ. മാലാഖ വൃന്ദങ്ങൾക്ക് നന്ദി പറയുന്നു. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് നന്ദി പറയുന്നു. മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കായിരുന്നല്ലേ. ഒത്തിരി നന്ദി. എൻ്റെ പേട്രൺ സൈറ്റും കൂടെ ആണല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ഞാൻ അനുഗ്രഹ പ്രാർത്ഥന ചെല്ലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അരളിക്കയിൽ സംഭവിച്ചത്, ഈ അരളിക്ക കണ്ടപ്പോൾ തന്നെ നമ്മുടെ സൂസി ക്യാൻസർ ആയിട്ടുള്ള ആളാണ്. അവരുടെ പിന്നെ വയറ് തുറന്ന് കുടല് പുറത്തേക്ക് ഇട്ടിട്ട് ബാഗിൽ ആണ് മോഷനൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരുന്ന രണ്ടാഴ്ചയോളമായി. പിന്നെ ഓപ്പറേഷൻ ചെയ്തു, അത് അകത്തെടുത്തിട്ടു. അപ്പോൾ പുള്ളിക്കാരത്തി വിശ്വാസത്താൽ ഈ അരളിക്ക എടുത്ത് അത് അതിൻ്റെ കമൻറ്റിൽ ഇട്ടിട്ടുണ്ട്. അരളിക്ക എടുത്ത് ഈ വയറിൻ്റെ ഇപ്പം ആ മുറിവുള്ള ഭാഗത്ത് വെച്ചപ്പോഴത്തേക്ക് എന്തായിരുന്നു ആരെ പറഞ്ഞത്? ഏതാണ്ട് അകത്തോട്ട് കയറിപ്പോയെന്നല്ലേ. ഒരു ചൂട് അകത്തോട്ട് കയറിപ്പോയതായിട്ട് അനുഭവപ്പെട്ടു എന്നും പറഞ്ഞ് അവരെ കമൻറ്റിൽ ഇട്ടിട്ടുണ്ട്. അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് അവിടെ നടന്നതെന്ന് ഞാനും വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഒരു ദിവസം ഈ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് അവർ ഇത് കേട്ടു, ഏതാ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന. അപ്പം എന്നോട് ചോദിച്ചു, സിസ്റ്ററെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ സിസ്റ്ററിന് എന്തെങ്കിലും തോന്നിയായിരുന്നോ? എൻ്റെ തലയിലോട്ട് ഒരു കൈ വന്ന് വെച്ചിട്ട് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതുപോലെ തന്നെ സൂസിയുടെ പിന്നെ സിസ്റ്ററിൻ്റെ മകൾക്ക്, അവരുടെ മകന് വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ അതിനേതാണ്ട് ചെറിയ ഒരു 4 വയസ്സെങ്ങാണ്ടുള്ളൊരു ചെറിയ കൊച്ചനാണെന്നേരം ഞാൻ പറഞ്ഞു ഇവിടെ കൊണ്ടൊന്ന് ഇരുത്തിക്കുക, ഞാൻ അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൻ പറഞ്ഞു, അമ്മയെ എൻ്റെ തലയിൽ ആരാണ്ട് തൊട്ടു, ആരാണ്ട് കൈ വെച്ചു, ഞാൻ അങ്ങനെ ഗ്രാൻഡ് മദറിനോട് പറയട്ടെ എന്നും പറഞ്ഞ് ഓടിപ്പോയെന്ന് പറയുന്നത് കേട്ടോ.
അപ്പൊ ഈ ഒരു പ്രാർത്ഥന, ഈ അനുഗ്രഹ പ്രാർത്ഥന ജോസ്മിനയുടെ കൈയുടെ വിശേഷമല്ല, ആരുടെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ കണക്കാക്കി വെച്ചാൽ മതി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേൻ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അങ്ങയുടെ അണുപ്പിടുത്തക്കാരം ഞങ്ങളുടെ തലയിൽ, ഓരോരുത്തരുടെയും തലയിൽ വെക്കണമേ. ഞങ്ങളുടെ നിയമങ്ങളുടെ മേളിൽ വെക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ എല്ലാം തലയിൽ അങ്ങ് വെക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ഘോരമായ രാത്രിയിൽ സംഭവിക്കാവുന്ന സകല വിപത്തുകളിൽ നിന്നും, മാരക രോഗങ്ങളിൽ നിന്നും, പെടുമരണങ്ങളിൽ നിന്നും, പൈശാചിക കുടില തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണം തരണമെന്ന് യാചിക്കുന്നു. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ കരുണയായിരിക്കണമേ. യേശുവേ കരുണയായിരിക്കണമേ. ഞാൻ ഈ മക്കളെ എല്ലാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. ആമേൻ. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. യേശുവേ ഞാനങ്ങൾ ശരണപ്പെടുന്നു. യേശുവേ ഞാനങ്ങൾ ശരണപ്പെടുന്നു. യേശുവേ ഞാനങ്ങൾ ശരണപ്പെടുന്നു. ആമേൻ. ജീസസ്, ജീസസ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ആമേൻ.